വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. നാം ഒരുമിച്ച് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും ദൈവസന്നിധി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ അവസാന ദിവസം. കഴിഞ്ഞൊരു മാസം അവിടെ നമ്മെ പരിപാലിച്ചു, വഴി നടത്തി. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ അടുത്ത ദിവസം ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. ഈ ഒരു മാസത്തിൻ്റെ അവസാന ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ദൈവം നടത്തിയ വിധങ്ങളോർത്ത്, പരിപാലിച്ചതോർത്തെല്ലാം നന്ദി പറയുവാനുള്ളൊരു ഉത്സാഹം വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു വിശേഷപ്പെട്ട നിലയിൽ, അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയൊന്നും അല്ലാതെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞാണ് മുന്നോട്ട് വന്നത്. ഒരു പ്രത്യേക കാര്യം പറഞ്ഞ്, ആ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും ഒരാഴ്ച പിന്നിൽ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തു. ആ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്ന ചില കാര്യങ്ങൾ, ചില സഹോദരങ്ങൾ അതിനോടൊരു ഒരു ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തി. വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ, പ്രസിദ്ധനായൊരു ശുശ്രൂഷകൻ ചില നാളുകൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്ത് നിന്ന് സംസാരിക്കുമോ, മറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ജെറുസലേമാണ്. ജെറുസലേമിലെ ആ തകർന്ന മതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അന്ന് കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കാര്യമായ തലമുടിയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റീസെൻ്റായിട്ട് അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവിടെയെല്ലാം ധാരാളം മുടിയൊക്കെ കിളുത്തു വന്നു. അപ്പോൾ ഞാൻ ഒരു ഒരു നർമ്മം കലർന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു അത്ഭുതമായിരിക്കും ഇങ്ങനെയൊക്കെ കിളുത്തു വന്നിരിക്കുന്നത്, സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ അതൊരു അത്ഭുതമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവരൊക്കെയായി ബന്ധപ്പെട്ട ലോകത്തെ ആളുകൾക്ക് അതൊക്കെ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ തലയിലെ മുടി കൊഴിയുന്നതും വരുന്നതും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അപമാനിച്ചതാണോ എന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെയല്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഊന്നൽ കൊടുത്തത് അതിനൊന്നുമല്ല. ഊന്നൽ കൊടുത്തത് അവർ പറഞ്ഞ ആശയങ്ങൾ വിശുദ്ധ ബൈബിളിന് നിരക്കുന്നതല്ല എന്ന കാര്യം പറയാനാണ് നമ്മൾ ആ മെസ്സേജിലൂടെ ശ്രമിച്ചത്. അവരുടെ 2 വീഡിയോസ് നമ്മൾ കാണിച്ചു. ആ 2 വീഡിയോയിലൂടെയും അവർ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പറഞ്ഞു കൊണ്ടുവരാവുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അത് തിരുവെഴുത്തുകളിൻ പ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഒന്ന്, യെരുശലേമിലെ മതിലിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്നുള്ള പഴയ നിയമത്തിലെ ആ വേദവാക്യത്തിൻ്റെ പ്രസക്തി ഇന്ന് എങ്ങനെയെന്നുള്ളത് നമുക്ക് പറയേണ്ടതുണ്ട്. 2, ഇന്ന് അവരുടെ ദേശത്ത് അവർ ഒത്തിരി കോടിക്കണക്കിന് രൂപ മുടക്കി വലിയൊരു കെട്ടിടം, അമ്പരചുംബിയായ ഒരു കെട്ടിടം എന്നൊക്കെ വേണേൽ പറയാം, അത് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആരാധനാലയം എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങൾ ആ ദേശത്ത്, അതായത് കൊട്ടാരക്കര ദേശത്ത് ദൈവത്തിൻ്റെ ആലയം പണിയുന്നു. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് അഥവാ നിവാസത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ദീർഘമായി പ്രസംഗിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത മനുഷ്യരാണ്. ദൈവത്തിൻ്റെ നിവാസം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് സമാഗമന കൂടാരത്തെയാണ്. 2ാമത് യെരുശലേമിലെ ദൈവാലയത്തെയാണ്. 3ാമത് കർത്താവിൻ്റെ സഭയാണ്. അപ്പോൾ ദൈവത്തിന് ഒരേ ഒരു ആലയമേ ഉള്ളൂ, അത് യെരുശലേം ദൈവാലയമാണ്. അത് തകർത്ത് കളഞ്ഞിട്ടാണ് അടുത്ത ആലയം സ്ഥാപിച്ചത്. അത് ദൈവസഭ എന്നുള്ള ആലയമാണ്. അപ്പോൾ ദൈവസഭ എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ സഭ നാം ഓരോരുത്തരുമാണ്. ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരം നാം ഓരോരുത്തരുമാണ്. അഥവാ ദൈവത്തിൻ്റെ നിവാസം നാം തന്നെയാണ്. നാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സഭയാം കൂടാരമാണ് നിവർത്തപ്പെടുന്നത്. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമല്ലോ. 2 or 3 പേര് കർത്താവിൻ്റെ നാമത്തിൽ സത്യാരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടും. അങ്ങനെ കൂടുന്നവരുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ നിവർത്തപ്പെടുന്നത് സഭയാം കൂടാരമാണ്. സഭയാം കൂടാരം അത് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സമാഗമന കൂടാരമാകട്ടെ യെരുശലേം ദൈവാലയമാകട്ടെ, ഇതിനെ 2നെയുമാണ് ദൈവത്തിൻ്റെ ആലയമെന്നും നിവാസം എന്നൊക്കെ വിളിച്ചത്. അതിൽ കാണുന്ന ഉപകരണങ്ങളൊക്കെ അതിനൊക്കെ വലിയ ഗൗരവമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ത്രിയേക ദൈവത്തെയും ഒക്കെ നമ്മൾ അവിടെ കാണുകയും സമ്മേളിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണതെല്ലാം. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ സംഘത്തിൻ്റെ നടുവിൽ തേജോമയനായ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇറങ്ങി നിൽക്കുകയാണ്. അതൊന്നും കണ്ണാലെ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ആത്മാവിൽ അനുഭവിക്കുകയാണ്.
വിശുദ്ധന്മാരുടെ ആരാധനയും ഒത്തുകൂടലിലും പല കാര്യങ്ങളും അനുഭവിച്ചിട്ട് ആ ഒരു കരുത്തിലും ബലത്തിലുമാണ് നമ്മൾ പിരിയുന്നത്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സംവിധാനമുണ്ട്. അല്ല, വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ളൊരു വിഷയം വരും. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് കൊലോസ്യ ലേഖനവും മറ്റ് ലേഖനങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട്, അല്ല, ഈ ലേഖനത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സുവിശേഷത്തിൽ സ്പഷ്ടമായി പറയപ്പെട്ടിരിക്കുകയല്ലേ, എല്ലാ സുവിശേഷങ്ങളിലും പറയപ്പെട്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ വാക്യങ്ങൾ കൊണ്ട് അതിൻ്റെ പൊരുൾ തിരിച്ചെടുക്കണം. മത്തായിയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് പറയുന്നത്, ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അപ്പോൾ കൊട്ടാരക്കരയിലല്ല സഭ പണിയുന്നത്, ഭൂതലം മുഴുവൻ ചെതറിക്കിടക്കുന്ന തൻ്റെ സഭയെ, വിശുദ്ധന്മാരുടെ സംഘം, ഓരോരുത്തരെല്ലാം ഓരോ രാജ്യത്തല്ലേ, നാം ഓരോരുത്തരും ഓരോരോ രാജ്യത്ത് ഓരോരോ ദേശത്തായിരിക്കുന്നു. നാമാണ് സഭ, നാമാണ് ആലയം, നാമാണ് നിത്യനിവാസം. നിവാസം മാത്രമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ നിത്യനിവാസം എന്ന് പറയുന്നത് തൻ്റെ സഭയാണ്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ വെറും ടെമ്പററികൾ മാത്രമാണ്, വെറും ടെമ്പററികൾ മാത്രം. അപ്പോൾ ആ ടെമ്പററികൾ പണിത ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ലഭിക്കപ്പെട്ട അളവിൽ. അതുപോലെ അത് പണിത സമയത്തെ ആ ജാഗ്രത, അതുപോലെ അവരുടെ ഭയപ്പാടുകൾ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടി നമുക്കൊരു 39 പുസ്തകവും അഡീഷണലായിട്ട് തന്നിട്ടുണ്ട്. 27ൻ്റെ കൂടെ അഡീഷണലായിട്ട് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ദൈവഭയത്തിന് വേണ്ടി തന്നതാണ്, ജാഗ്രതയ്ക്ക് വേണ്ടി തന്നതാണ്. അതെല്ലാം തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും ബോധ്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ടെമ്പററി ഇത്ര ജാഗ്രതയോടെയാണ് പണിതതെങ്കിൽ പെർമനന്റ് എത്രയധികം. അത് തിരിച്ചറിഞ്ഞയാളാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അഥവാ ഏത് മനുഷ്യരെയും ക്രിസ്തു ആഗ്രഹിച്ച നിലയിലേക്ക് പണിതൊരുക്കിക്കൊണ്ട് വരണം. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നാണ്. അതിൻ്റെ ആത്മീയ അർത്ഥവും പൊരുളും എന്താ? ഞാൻ നിങ്ങളെ ഒരുക്കാനായി പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയച്ചിരിക്കുകയാണ്. അവൻ നിങ്ങളെ ഒരുക്കും. ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളെ ചേർക്കും. അതായത് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു തൻ്റെ സഭയെ ഒരുക്കുവാൻ വേണ്ടി, പണിയുവാൻ വേണ്ടി. ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞാൽ സഭയെ അഥവാ വിശുദ്ധന്മാരെ തൻ്റെ സന്നിധിയിൽ ചേർക്കും. അപ്പോൾ ഒരുക്കമുണ്ട്, ഒരുങ്ങിയവരെ പിന്നത്തേതിൽ ചേർക്കും. ഇതെല്ലാം സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഈ സാധ്യതകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പണികളെക്കുറിച്ച് നല്ല നിലയിൽ പ്രതിപാദിക്കുന്നു ലേഖനങ്ങളിൽ. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നതാണ് യാക്കോബിൻ്റെ ലേഖനം. ശരിക്കും അത് ആദ്യത്തെ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ. അവിടെ യാക്കോബ് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലും നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല, വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല, വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. പച്ച മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. യാക്കോബ് ആ ലേഖനമൊക്കെ എഴുതിയതിന് ശേഷമാണ്, പിന്നത്തേതിലാണ് പത്രോസ് ലേഖനം എഴുതുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു, എടുത്തെഴുതി. യാക്കോബ് കഴിഞ്ഞ് പത്രോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നാം നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അപ്പോൾ പരീക്ഷകളുണ്ട്, തൊട്ട് താഴെ പരിശോധനകളുണ്ട്. ഇതെല്ലാം അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂചനകൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പണികളുണ്ട്, ഒരുക്കങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പൂർത്തിപദത്തിലേക്ക് വരുമ്പോഴാണ് കാഹളം ധരിച്ച് നാം ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ചുമ്മാ കറങ്ങി നടന്നിട്ട് ഞാൻ സഭയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. യോഹന്നാനെ ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ട് പത്മോസിൽ വെച്ച്. അതായത് യോഹന്നാനോട് പറഞ്ഞു, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന്. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ ഞാൻ നിനക്ക് കാണിക്കാം യോഹന്നാനെ എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുമ്പോൾ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം, മണവാളിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ പോലെ തേജസ്സുള്ളൊരു നഗരം ഇറങ്ങി വരുന്നതാണ് യോഹന്നാൻ കാണുന്നത്. അതായത് പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ നഗരം എത്രമാത്രം പണികളിലൂടെ കടന്നുപോയി, ഒരുക്കങ്ങളിലൂടെ കടന്നുപോയാണ് ഇന്നൊരു തേജസ്സിൻ്റെ നഗരം എന്ന നിലയിൽ, തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിൽ, രത്നങ്ങൾ അടുക്കി വെച്ച് ചേർത്ത് വെച്ച് അങ്ങനെ ഒരു നഗരം എന്ന നിലയിൽ അസംബിൾ ചെയ്ത് വളരെ മനോഹരമായ ആ നഗരം ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടത്. അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം കഴിഞ്ഞ നാളുകളിൽ തുറന്നു വെച്ചത്. അല്ലാതെ കേവലം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ 5-6 അന്യഭാഷയൊക്കെ പറഞ്ഞു, തൃപ്തനാണ്, പിന്നെ ഇവിടെയുള്ള മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഉത്സാഹവും ജാഗ്രതയുമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അല്ലാത്ത നിലയിൽ ഒരു സമർപ്പണാനുഭവത്തിൽ പല വിഷയങ്ങളും ഗ്രഹിക്കാനും പഠിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളത് തുറന്നു വെച്ചിരിക്കുന്നത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്നും പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് ലേവ്യ പുസ്തകത്തിൽ നിന്നാണ്. അതായത് ഇത്രയും നേരം പറഞ്ഞല്ലോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ ദൈവവചനം ഇങ്ങനെ വളച്ചൊടിക്കുന്ന കണ്ടപ്പോഴാണ് നമ്മളൊരു മെസ്സേജ് പറഞ്ഞത്. ആ മെസ്സേജിനിടയ്ക്ക് ഒരു നർമ്മം പറഞ്ഞു. അത് ആ ആളുകൾക്ക് ഒരു അലോസരം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വന്നു. ആലയം മറ്റു കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, അതായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മൾ അതിന് കൊടുത്ത ഹെഡിങ് ഇങ്ങനെയാണ്: പ്രസിദ്ധന്മാരുടെ പങ്കപ്പാടുകൾ എന്ന് വെച്ചാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടിയും നാലാളുടെ മുമ്പിൽ തങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനുള്ള വെപ്രാളങ്ങൾ, അതിനുള്ള ഞാൻ അതിനിടയ്ക്കൊരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. ചില പ്രസിദ്ധരൊക്കെ അവരുടെ ശബ്ദം കുറച്ചും കൂടെ കുയിൽനാദം എന്നാണോ പറയുന്നത്? അങ്ങനെയായിരിക്കും. കുയിൽനാദമായി മാറാൻ വേണ്ടി ഓപ്പറേഷനൊക്കെ ചെയ്ത് ഈ വോക്കൽ കോഡോ ഈ സംവിധാനമൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുമെന്ന്. അപ്പോൾ ഒരു പ്രസിദ്ധൻ്റെ സഭയിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറയാ, ഞങ്ങളുടെ മാസ്റ്റർ അങ്ങനെ സൗണ്ടൊക്കെ ക്ലിയർ ചെയ്താന്ന്. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞതല്ലല്ലോ, കൃത്യമായിട്ടാണ് പറഞ്ഞത്. സുവിശേഷം അറിയിക്കുവാനും ദൈവവചനം പ്രസംഗിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ വരുന്നൊരു ശുശ്രൂഷകൻ ഇങ്ങനത്തെ പങ്കപ്പാടുകളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ സഹോദരങ്ങളെ? ഇവരെയൊക്കെ പ്രസിദ്ധരാക്കുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. ഇതെല്ലാം മണ്ടത്തരങ്ങളാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മളങ്ങനെയാണ് പറഞ്ഞു വന്നത്. അതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. റോമാലേഖനം 12:1-2 തുറന്നു വെച്ചുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നത്. അങ്ങനെ ഒരു സമർപ്പണാനുഭവം, അതൊരു യാഗാർപ്പണമാണ്. അതിന് ഉപോത്ബലകമായ വാക്യങ്ങൾ വായിച്ചു. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ പോയി, അങ്ങനെ വന്ന് കൊരിന്ത് ലേഖനത്തിൽ വന്നു. അതായത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ അഥവാ എൻ്റെ ശരീരാഭിലാഷങ്ങളെയെല്ലാം ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാണ്. ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ വരും. ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ വരും. ശുശ്രൂഷയിലുള്ള വലിയ പങ്കിൻ്റെ ആഗ്രഹമാണെന്ന് ഷൈൻ ചെയ്യണമെന്നുള്ളത്. എന്നുവെച്ചാൽ പ്രസിദ്ധരാകണമെന്ന ആഗ്രഹമുണ്ട്. ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ശോഭിക്കണം. ശോഭിക്കണം എന്നുള്ളതിനാണ് ഈ ഷൈ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ശോഭിക്കണം, അങ്ങനെ നാലാൾ അറിയണം. ഇതൊക്കെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ഈ ലേഖനങ്ങളിലൂടെയും അപ്പോസ്തലന്മാരുടെ ജീവിതവും പഠനവും പഠിപ്പീരും ഒക്കെ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? അവരാരും ഇങ്ങനെയുള്ള കാര്യത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നിമിത്തമാണ് ആ കാലഘട്ടത്തിൽ അവരുടെ ശുശ്രൂഷ ധന്യമായത്. ഒരു ശുശ്രൂഷകന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേക നിമിത്തമാണ് അദ്ദേഹം ദൈവസഭയെ ശുശ്രൂഷിക്കുന്നത്, അതായത് സെർവ് ചെയ്യുന്നത്. അതുപോലെ മുഴു ലോകത്തോട് സുവിശേഷം അറിയിക്കുന്നതും ഒക്കെ അത് നിമിത്തമാണ്. ആ അഭിഷേകത്തിനാണ് പ്രാധാന്യം. അതല്ലാതെ സൗന്ദര്യത്തിനോ ശബ്ദത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ ബാഹ്യമായ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യവുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനൊക്കെ പരിപാടി അവസാനിപ്പിച്ച് പോകേണ്ടിയും വരും. അപ്പോൾ അതിനൊന്നും അല്ല പ്രാധാന്യം. പ്രാധാന്യം എന്തിനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്കെല്ലാത്തിനും മാതൃകയായിട്ട് എടുക്കാനുള്ളതും അടുത്ത് നിന്ന് കാണാനും പഠിക്കാനും ഒക്കെ ഉള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങളാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാരഗ്രാഫിൽ നിന്ന് പറഞ്ഞ് നമ്മളങ്ങ് അവസാനിപ്പിച്ചത്. എന്നാൽ ഒബ്ജക്ഷൻ ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ. ഒബ്ജക്ഷനൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതിപ്പോൾ പഴയ നിയമം അല്ലേന്ന് ചോദിക്കുന്നത്. അതെ, ഈ പറയുന്ന ആൾക്കാർ ഈ പഴയ നിയമത്തിൽ നിന്ന് ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പഴയ നിയമം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ തന്നെ ദശാംശം എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി പഴയ നിയമം പൊക്കിക്കൊണ്ടുവരും. ദശാംശം എന്ന വിഷയം പറയാനായിട്ട് പഴയ നിയമം പറയാം, അതിനൊന്നും കുഴപ്പമില്ല. അതേസമയം ഒരു ധന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി ആ സമർപ്പണ ജീവിതത്തെക്കുറിച്ച് ആഴമേറിയൊരു വിശദീകരണത്തിലേക്ക് പോകാൻ വേണ്ടി പഴയ നിയമ വേദഭാഗങ്ങൾ വിശേഷാൽ നിഴലുകളാണ്. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭയുടെ നിഴലുണ്ട്. സഭയെ പല ഉപമാനങ്ങളിലൂടെ വിളിക്കും. സഭയെ മണവാട്ടി എന്ന നിലയിൽ വിളിക്കും. സഭയെ ദൈവത്തിൻ്റെ ആലയം എന്ന നിലയിൽ, ദൈവത്തിൻ്റെ നഗരം എന്ന നിലയിൽ, കൂടാരം എന്ന നിലയിലൊക്കെ പറയും. ആ കാര്യങ്ങളെയൊക്കെ വിശദമാക്കണമെങ്കിൽ അതിന് തക്കതായ കാര്യങ്ങൾ നിഴലായി നിൽക്കുന്നത് പഴയ നിയമത്തിലാണ്. അതുകൊണ്ടാണ് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ പറയുന്നത്, ചേർത്ത് വെച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്.
അങ്ങനെയാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഭോജനയാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്. ഭോജനയാഗത്തെക്കുറിച്ച്, അതായത് ഭോജനയാഗത്തിൻ്റെ വിശദീകരണം അല്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഭോജനയാഗം എന്നൊരു വിഷയത്തെ വിശദമായി പഠിപ്പിക്കുകയൊന്നുമല്ല. ഭോജനയാഗത്തെക്കുറിച്ച് പറയുന്ന 1 മുതൽ 13 വരെയുള്ള വേദഭാഗത്താണ് ഭോജനയാഗത്തിൻ്റെ വിശദീകരണം കൂടുതലുള്ളത്. എന്നാൽ ഞാൻ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അവസാനം പറഞ്ഞത്. അതായത് ഭോജനയാഗം പല രീതിയിൽ അർപ്പിക്കും. അങ്ങനെ അർപ്പിക്കുന്നതിൽ ആദ്യ ഫലം എന്ന നിലയിൽ ഭോജനയാഗം അർപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ അർപ്പിക്കുമ്പോൾ കതിർ ചുട്ട് ഉതിർത്ത മണിയായിട്ട് അർപ്പിക്കണമെന്ന് പറഞ്ഞു. കതിർ ചുട്ട് ഉതിർത്ത മണിയായിട്ട് അർപ്പിക്കണമെന്ന്. അത് ഇവിടെ പറഞ്ഞ രീതിയിൽ കോണാണ്. കോൺ മീൻസ് ചോളം, നമ്മളെന്ന് പറയുന്ന ചോളം, അതിനെയാണ് പറഞ്ഞത്. അത് ഏത് വിളവിൻ്റെ ആണേലും ആദ്യഫലം കൊണ്ടുവരാം. ഏത് വിളവിൻ്റെയും ആദ്യഫലം ഭോജനയാഗം എന്ന നിലയിൽ അർപ്പിക്കുമ്പോൾ അതിന് മാനദണ്ഡം ഇങ്ങനെയാണ്: തീയിൽ ചുട്ട് അതിൻ്റെ മണികൾ ഉതിർത്ത് ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അർപ്പിക്കുമ്പോൾ അതിനകത്ത് കുന്തിരിക്ക വിടണം, എണ്ണയൊഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഭോജനയാഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ പഠനത്തിൽ വരുമ്പോഴാണ് അതൊക്കെ പറയേണ്ടതുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ. മുടിയില്ലാത്ത ഉപദേശി മുടി വയ്ക്കാനും, വെളുത്ത മുടിക്കാരൻ കറുത്ത മുടിക്കും, കറുത്ത മുടിക്കാരൻ വെളുത്ത മുടിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ ഇപ്പം പറഞ്ഞ സാധനം ഉണ്ടല്ലോ, തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് ശബ്ദമൊക്കെ യേശുദാസിൻ്റെ പോലെയൊന്നും ആക്കേണ്ട കാര്യം പാസ്റ്റർമാർക്കില്ല, അഥവാ ശുശ്രൂഷകന്മാർക്കില്ല എന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയണം. പക്ഷെ ഞാൻ ആ ഒരു കാര്യം മാത്രം പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. ഇന്നും എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൊണ്ട് നിശ്ചയമായും 1-2 കാര്യം പറഞ്ഞ് ഉറപ്പിക്കും. അതങ്ങനെ തന്നെയാണ്. അതായത് അസൽ പെന്തക്കോസ്റ്റ് ടീച്ചിങ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വന്ന സീരിയസ് ആയ പഠനങ്ങളാണ് പറയാൻ പോകുന്നത്. സീരിയസ് ആയ പഠനങ്ങൾ. അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ആഴ്ച തന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ആഴ്ച തന്നത്. അത് അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടി വരുമല്ലോ, പൂർണ്ണമായിട്ടില്ലല്ലോ, നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഒന്നുകൂടി വിശദമാക്കിയേക്കാം എന്ന് പറഞ്ഞ പിരിഞ്ഞത്. കർത്താവ് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതുകൊണ്ട് വീണ്ടും നമ്മളിതാ ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ പലർക്കും മനസ്സിലായില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പലർക്കും ആ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെന്ന്. അങ്ങനെ എളുപ്പമല്ല മനസ്സിലാക്കാൻ, സത്യമാണ്, അത്ര ഈസിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ ഭാഗം സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭോജനയാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഈ ലോക ജീവിതത്തെ. അതിൻ്റെ കാരണം അതിനകത്ത് രക്തവും മാംസവും ഇല്ല. അതുകൊണ്ടാണ് ഭോജനയാഗത്ത് യേശുവിൻ്റെ ഇഹലോക ജീവിതം നമ്മൾ പറയുന്നത്. അതേസമയം ആദ്യത്തെ യാഗമായ ഹോമയാഗം ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് വിളിച്ചു പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെയും അതിലെ അനുസരണത്തെയും ഒക്കെയാണ് ഹോമയാഗം പറയുന്നത്. അപ്പം നമ്മൾ യാഗങ്ങളുടെ ഒരു പഠനത്തിലേക്കല്ല പോകുന്നത്. സൂചനകൾ. ക്രിസ്തു നമ്മുടെ മാതൃകാ പുരുഷനാണ്. നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്ന ക്രിസ്തുവുമായിട്ടാണ്. നമ്മുടെ കർത്താവ് എങ്ങനെ ജീവിച്ചോ, നമ്മുടെ കർത്താവ് എങ്ങനെ സഞ്ചരിച്ചോ, അതെല്ലാം നമ്മുടെ മുമ്പിൽ പാഠങ്ങളാണ്. മറ്റനേകർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താ? ലോകത്തിലെ ക്രൈസ്തവരെല്ലാം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അത് ആ ഗോൽഗോഥായിലാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതേസമയം ആ ക്രൂശ് എന്ന് പറയുന്നത് നമുക്കൊരു ബലിപീഠമാണ്. ഒരു പക്ഷെ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അവരെല്ലാം പറയും, യെസ് ഞങ്ങൾ സമ്മതിക്കുന്നു, അതൊരു ബലിപീഠമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞു കളയും. അവരൊക്കെ പറയും. കാരണം പുതിയ നിയമവും പഴയ നിയമവും വെച്ച് പഠിക്കുന്ന മനുഷ്യർക്കെല്ലാം അങ്ങനെ പറയാൻ പറ്റും. അത് പറയാതിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ ഈ കാര്യത്തിലേക്ക് സൂക്ഷ്മമായി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? നമ്മുടെ കർത്താവിൻ്റെ ജനനം മുതൽ ആ 30 വയസ്സ് പൂർത്തിയാകുന്നത് വരെ കർത്താവ് ക്രൂശിൽ തന്നെയായിരുന്നു. 30 മുതൽ 33.5 വയസ്സ്, അതായത് ആ ഒടുക്കം ഗലീലയിൽ നിന്ന് താൻ ബഥാന്യ വഴി യെരുശലേമിലേക്ക് വന്നൊരു വരവുണ്ടല്ലോ, ലാസ്റ്റ്. അതായത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. അവൻ ഗലീല വിട്ടു, അങ്ങനെ എരിഹോ വഴി മുന്നോട്ട് വരികയാണ്. പിന്നെ ബഥാന്യ വഴി നേരെ യെരുശലേമിലേക്ക് വരുന്നു. പിന്നെ വാങ്ങിപ്പോയിട്ടില്ല യെരുശലേമിലേക്ക് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷൻ നമ്മൾ കാണുന്നത് എന്താ? അത് കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുമായി ഒത്തുകൂടുന്നതും, അതൊക്കെ കഴിഞ്ഞ് ഒലിവുമലയിലേക്ക് വരുന്നതും, അവിടെ നിന്ന് സ്തോത്രം പാടി ഗദസമനയിൽ വരുന്നു. ഗദസമനയിൽ നിന്ന് പിന്നെ വിസ്താരത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് അങ്ങ് പോവുകയാണ്, വിസ്താരത്തിൻ്റെ ലോകത്തിലേക്ക്. അപ്പം ആ ഗദസമന വരെ ഞാൻ പറഞ്ഞ ഈ 3.5 വർഷക്കാലത്തെ ഒരു പീരീഡ്, അതും ക്രൂശിലായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്?
താൻ ബലിപീഠത്തിലായിരുന്നു, അഥവാ സമർപ്പണത്തിലായിരുന്നു. അവിടെ തന്നെ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എന്താ? സമർപ്പണത്തെയല്ലേ കാണിക്കുന്നത്. ആ സമർപ്പണ അനുഭവത്തെയാണ് നാം ആ 30 വയസ്സ് വരെയുള്ള തൻ്റെ രഹസ്യ ജീവിതത്തിലും പിന്നീടുള്ള 3.5 വർഷക്കാലത്തെ ആ പരസ്യ ജീവിതത്തിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ എൻഡിൽ സകല മനുഷ്യരും കാണുകെ ഈ പറഞ്ഞ രീതിയിൽ ഗെത്സമനയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് മഹാപുരോഹിതന്റെ അരമനയിലേക്കാണ്. അവിടെ നിന്ന് പീലാത്തോസിന്റെ കൊട്ടാരം, അവിടെ നിന്ന് ഹെരോദാവിന്റെ കൊട്ടാരം, അവിടെ നിന്ന് വീണ്ടും പീലാത്തോസിന്റെ അരമനയിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ അന്തിമമായ വിസ്താരമൊക്കെ പൂർത്തീകരിച്ച് പീലാത്തോസ് വിധിച്ചു അവനെ ക്രൂശിക്കുക എന്ന ശബ്ദത്തിന് മുമ്പാകെ യെസ്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഗോൽഗോഥായിലേക്ക് വരികയാണ്. ആ ഗോൽഗോഥായിലാണ് വാസ്തവമായി ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ പരസ്യമായി നിർത്തിയിരിക്കുന്നത് ഗോൽഗോഥായിലാണ്. പക്ഷെ സൂക്ഷിച്ചു നോക്കുന്നവർക്ക് എന്ത് കാണാൻ കഴിയും? ബത്ലഹേം മുതൽ ഈ പറഞ്ഞ 30 വയസ്സ് വരെയുള്ള ആ ജീവിതം സമർപ്പണാനുഭവത്തിലാണ്, ബലിപീഠത്തിലാണ്. സ്വന്തം ഹിതങ്ങളൊന്നുമില്ല, സ്വന്തം ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നത്തേതിലോ ഈ 3.5 വർഷക്കാലത്തെ ആ ശുശ്രൂഷ ജീവിതം, അവിടെ ഈ സ്വന്തം ഇഷ്ടങ്ങളൊന്നുമില്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രം. ഇനി ക്രൂശേ കിടക്കുമ്പോഴോ സ്വന്തം ഇഷ്ടമല്ലോ ഉണ്ടോ? അവിടെ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ. അത് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയും? സമർപ്പിതനായ ക്രിസ്തുവിനെ ഒരു ശുശ്രൂഷകൻ തൻ്റെ ജനത്തോട് സമർപ്പിതനായ ക്രിസ്തുവിനെ ഒരു ശുശ്രൂഷകൻ തൻ്റെ ജനത്തിന്റെ മുമ്പാകെ പരിചയപ്പെടുത്തുമ്പോൾ ആ ശുശ്രൂഷകന്റെ ഉള്ളിലെ ചിന്ത എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും വിശദമാക്കി ഇത് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വന്നു. ഒരു വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് വരിക. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 29-ാം വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ എക്കനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ? എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയും വായിച്ച് കേൾപ്പിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വിവിധ നിലകളിലാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ബത്ലഹേം മുതൽ ഈ 30 വർഷക്കാലത്തെ ജീവിതം, അത് കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ ജീവിതം അഥവാ പരസ്യ ജീവിതം, അതിൻ്റെ അവസാന ഭാഗം, അതിൻ്റെ അവസാനം നാം കാണുന്നത് ഗോൽഗോഥായിലാണല്ലോ. ഈ 3 ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് തത്തുല്യമായ വാക്യങ്ങളാണ്. ഇത് പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പറഞ്ഞതല്ലേ, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവപ്രസാദം ലഭിക്കുന്നതാണോ എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൻ്റെ നിലയിൽ കേൾക്കുകയും ഏറ്റെടുക്കുകയും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഇങ്ങനെയാണ് ദൈവകുടുംബത്തിലെ ആദ്യജാതന്റെ പെരുമാറ്റം. ഇങ്ങനെയാണെങ്കിൽ പിന്നീട് അസംഖ്യം പുത്രന്മാരെ കുറിച്ചല്ലേ റോമാലേഖനം പറയുന്നത്. നാം എല്ലാം പിന്നീട് വന്ന അവന്റെ സഹോദരന്മാരെന്ന നിലയിലാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യജാതൻ ഈ നേച്ചറിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇതേ മനോഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, പിന്നീടുള്ള പുത്രന്മാരും ദൈവകുടുംബത്തിലേക്ക് വന്നവരെല്ലാം എല്ലായ്പ്പോഴും പ്രസാദമുള്ള കാര്യം ചെയ്യണ്ടേ? എല്ലായ്പ്പോഴും. അങ്ങനെ വരുമ്പോൾ പുത്രനെ അടുത്തറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എനിക്ക് അവനെ അറിയണം. അതെന്തിനാ? അവനെ അറിയണം, ആ ജീവിതം ഒപ്പിയെടുക്കണം. പിന്നീട് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഈ ഭോജനയാക ഇഹലോക ജീവിതത്തിലെ കാര്യങ്ങളാ പറയുന്നതെങ്കിൽ തന്നെയും അതിനകത്തൊക്കെ മരണത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. മരിച്ച് ജീവിക്കുകയായിരുന്നു. അതായത് മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അക്ഷരികമായ മരണമല്ല കേട്ടോ. അതായത് ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല എന്ന നിലയിൽ പൗലോസ് പറയുന്നില്ല ഞാൻ ദിവസേന മരിക്കുന്നു എന്ന്. ആ നിലയിൽ ചിന്തിച്ചാൽ നമ്മുടെ കർത്താവ് മരിച്ച് ജീവിക്കുക, അതായത് സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ല, സ്വന്തമായ ഒരു താല്പര്യങ്ങളുമില്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രം. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ വലിയ ചോദ്യമാണ്. കർത്താവ് യേശു ക്രിസ്തു അങ്ങനെയൊക്കെ ജീവിച്ചെന്ന് കരുതി നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അപ്പോൾ എബ്രായ ലേഖനം മാറ്റി എഴുതേണ്ടി വരും. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി
പരീക്ഷിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്, പാപമൊഴികെ ബാക്കി എല്ലാത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. അതുമാത്രമല്ല, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 John chapter 2 verse 6, 1 യോഹന്നാൻ 2:6 വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഒന്ന് വായിച്ചേ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യെസ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ അവിടെ ഒരു പാറ്റേൺ വരികയാണ്, ഒരു മാതൃക വരികയാണ്. നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭയെ ഒരു ആലയം എന്ന നിലയിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിയും പുറപ്പാട് പുസ്തകത്തിൽ പോയി സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിക്കും. അവിടെയാണ് പർവ്വതത്തിലെ മാതൃക വെളിപ്പെട്ടത്. അതിനനുസരിച്ചാണ് പുതിയ നിയമ സഭയുടെ പണിയും കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പിതാവിന് പ്രസാദകരമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചിട്ട് പ്രസാദകരമാകണമെന്ന് പറഞ്ഞാൽ ഒക്കില്ല. ഓരോ കാര്യത്തിലും കർത്താവ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊട്ടും ഈസി അല്ലല്ലോ എന്ന് പറഞ്ഞാൽ, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് അന്ന് മുതൽ ഇന്നേ ദിവസം ഈ നിമിഷം വരെ കാശ് എങ്ങും കടം മേടിക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ആ സമയം മുതൽ ഇവിടം വരെ ആരോടും നയാ പൈസ കടം മേടിക്കാൻ പോയിട്ടില്ല ഒരു കാര്യത്തിലും. അങ്ങനത്തെ സാഹചര്യങ്ങൾ അധികം വന്നിട്ടില്ല. വന്ന സാഹചര്യങ്ങളെല്ലാം ദൈവസന്നിധി കാത്തിരുന്നിട്ടേ ഉള്ളൂ. ദൈവം എന്താണോ അതിൽ നീക്കുപോക്ക് തരുന്നത് അതുവരെ കാക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. നീക്കുപോക്കുകൾക്ക് അനുസരിച്ച് മാത്രമേ അടുത്ത ചുവട് വെക്കാറുള്ളൂ ഏതൊരു കാര്യവും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ തീരുമാനം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഒന്നും അടിച്ചേൽപ്പിക്കുന്നതല്ല. ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതല്ലോ, സൂചനകൾ മുമ്പിൽ തരികയാണ്. യേശു ക്രിസ്തു പറയാണ്, ഞാൻ എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചു എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ദൈവം കരുതുന്നവനും വിശ്വസ്തനുമായൊരു ദൈവമാണ്. നമുക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇവിടെയും കയ്യും കാലും ഒക്കെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, ഒന്നും ആവശ്യമില്ല. അതിനിടയ്ക്ക് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലൊരു കാര്യം ഓർമ്മയിലേക്ക് വരിക, മുന്നമേ പറഞ്ഞിട്ടുള്ളതാ. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്ന് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആരാ? വലിയവനായ ദൈവമല്ലേ. അല്ലാതെ ആഹാബ് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് KSRTCയുടെ ഗരുഡ AC സ്ലീപ്പറിൽ ഗിലെയാദിൽ നിന്ന് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിട്ടാണോ കൊണ്ടുവന്നത്? ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, പറയേണ്ട കാര്യം പറഞ്ഞു, പിന്നെ പോകേണ്ടതുപോലെ പോയി കെരീത്തിൽ പോയി അവിടെ പാർത്തു. ഇതാണ് പാറ്റേൺ. പഴയ നിയമത്തിലെ കാര്യമാണെങ്കിൽ പോലും പുതിയ നിയമത്തിലും അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്, അല്ലേ? ആസിക്ക് പോകാൻ പ്ലാൻ ചെയ്ത പൗലോസിനെ വേണ്ട, അത് പിന്നെ പോകാം. ഈ 2-ാം മിഷൻ യാത്രയിൽ ആസിയിൽ തങ്ങണ്ട, നേരെ മക്കദോനിക്ക് പൊക്കോ. 3-ാം മിഷൻ യാത്രയിൽ നമ്മൾ വീണ്ടും വരുന്നുണ്ട്, അന്ന് ആസിയിൽ നിൽക്കാം. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതിന് വിധേയപ്പെട്ടു കൊടുത്തു പൗലോസ്, വിധേയപ്പെട്ടു കൊടുത്തു. അപ്പോൾ പോയ കാര്യങ്ങൾ, അവിടെ ചെന്ന കാര്യങ്ങൾ, ഒരു പുരുഷൻ അടുക്ക നിന്ന് സംസാരിക്കുന്ന കേട്ടിട്ടാ പോയത്. സഹായിക്കണമെന്ന് പറയുന്ന ഒരു പുരുഷനെ കണ്ടിട്ടാ പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് പുരുഷനെയല്ല, പകരം ഒരു സ്ത്രീയെ കണ്ടത്. പുഴവക്കത്തൊരു സ്ത്രീ നിൽക്കുന്ന കണ്ടത്. അതാണ് വളരെ രസകരമായ കാര്യം. ഒരു പുരുഷന്റെ ശബ്ദം കേട്ട് പോയി, അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു സ്ത്രീയെ. പക്ഷെ ആ ശുശ്രൂഷകൻ ചഞ്ചലപ്പെട്ടില്ല, കർത്താവിനായി കാത്തിരുന്നു. ഫിലിപ്പിയുടെ മണ്ണിൽ വീര്യം പ്രവർത്തിച്ചു, ദൈവസഭ അവിടെ സ്ഥാപിച്ചു. ഇപ്പം ഈ പറഞ്ഞതിൻ്റെയൊക്കെ സാരം എന്തെന്ന് മനസ്സിലായോ? കടം മേടിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇത്രയും കടന്നുപോയത്. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, അവിടെ പൗലോസ് ആരോടും കടം മേടിക്കാനൊന്നും പോയിട്ടില്ലല്ലോ ഒരു കാര്യത്തിലും. അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതം വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മളിത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ വിഷയത്തിൽ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളെ ഉറ്റുനോക്കുന്നത്. കർത്താവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഉറ്റുനോക്കുന്നത് കാര്യങ്ങളെ. കർത്താവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നോക്കുമ്പോൾ എന്താ കണ്ടത്? അവരിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുന്നത്. ഒന്ന് തുറന്നേ, ലേവ്യ പുസ്തകം 2-ാം അധ്യായം.
അതിൻ്റെ 14-ാം വാക്യത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ ജീവിതം, ആ സമ്പൂർണ്ണ സമർപ്പണത്തിൽ തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ആ തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആ കതിരൊക്കെ വിരൂപമായിട്ട് മാറും. ഇന്ന് മധ്യാഹ്നം ഞാനൊരു ഭവനത്തിൽ കുറച്ച് സമയം ചെലവഴിച്ചു. അപ്പോൾ ആ ഭവനത്തിലെ ആൻറ്റിയും ഈ ആൻറ്റിയുടെ ഫസ്റ്റ് കസിൻ, അവരുടെ ബന്ധുവായവർ മറ്റൊരു പട്ടണത്തിൽ, കേരളത്തിലെ മറ്റൊരു പട്ടണത്തിൽ ഒരു വലിയ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അത് ഇത്തിരി പ്രസിദ്ധമാണ്. അങ്ങനെ ആ ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരു പ്രസിദ്ധയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതൊരു പ്രസിദ്ധനായ കൺവെൻഷൻ പ്രീച്ചറുടെ ഭാര്യയായിരുന്നു. അപ്പോൾ ഈ കൺവെൻഷൻ പ്രീച്ചറുടെ കൂട്ടത്തിൽ ഈ ഭാര്യ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ, പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഒരുക്കവും കാര്യപരിപാടിയൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പറയപ്പെട്ട ആൾ ഒരു യാക്കോബായക്കാരിയാണ്, ബ്യൂട്ടി പാർലർ നടത്തുന്നയാൾ. അപ്പം നമ്മൾ പറയുന്ന നമ്മളുടെ ആൻറ്റി പാർട്ടികളൊക്കെ അവരിങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വന്ന് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് മറ്റവർ ചോദിക്കുന്നത്, മറ്റേ പട്ടണത്തിലിരുന്നുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ആൾക്കാരല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ ആൾക്കാരല്ലേ എന്ന്. അതായത് അവരൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നല്ല രീതിയിലായിരിക്കും ഡീൽ ചെയ്തത്. നാളെ വരണമല്ലോ, കാരണം എപ്പോഴും വരുന്നതല്ലേ, നല്ല രീതിയിലായിരിക്കും ഡീൽ ചെയ്ത്. യാക്കോബായ, മർത്തോമ, ഓർത്തഡോക്സ്, പെന്തിക്കോസ്റ്റ് അങ്ങനെയൊന്നും അവർ ഡീൽ ചെയ്യില്ല. ബിസിനസ് അല്ലേ, കസ്റ്റമർ ഫ്രണ്ട്ലി ആണല്ലോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറോട് നല്ല രീതിയിൽ ഡീൽ ചെയ്യും. പക്ഷേ ഇത് ഈ സ്വന്തം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. എടിയേ, നിന്റെ പെന്തിക്കോസ്, നിന്റെ പ്രസിദ്ധനായ പാത്തയുടെ ഭാര്യ ഇവിടെ വന്ന് ഞാനാ കൈകാര്യം ചെയ്ത് അവളെ സിനിമാ നടിയെ പോലെ ആക്കി വിടുന്നതെന്ന് കൺവെൻഷന് പ്രസംഗിക്കാനേ. പിന്നെ നമുക്കെങ്ങനെ ലേവ്യ പുസ്തകം 2-ാം അധ്യായം തുറക്കാതിരിക്കാൻ പറ്റും? തുറന്നു പോവുകയാ സഹോദരങ്ങളെ. ഇതൊന്നും ഇപ്പൊ തുറക്കാനൊന്നും ചിന്തിച്ചതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ച പറഞ്ഞു പോകാനായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഇന്നും ഒക്കെ നമ്മൾ നിർബന്ധിതരാകുകയാണ് ഇതൊക്കെ തുറക്കാനായിട്ട്. ആളുകൾ പിന്നെയും മല്ലി പിടിച്ച് പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ലെന്നൊക്കെ. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞതാ വായിച്ചത്. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന്. അപ്പോൾ അവൻ്റെ ജീവിതം എടുത്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നേരിയ മാവ് കൊണ്ട്, അഥവാ ഫൈൻ ഫ്ലവർ കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കുന്ന കാര്യം. നേരിയ മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോതമ്പ് പൊടിച്ച് ഏറ്റവും നേർമയുള്ള പൊടിയാക്കി കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അങ്ങനെ പൊടിയാക്കി കൊണ്ടുവന്ന് അതുകൊണ്ട് ഭോജനയാഗം അർപ്പിക്കും. ഈ സെയിം കാര്യം തന്നെ നമ്മൾ ഈ ടാബർനാക്കിൾ അല്ലെങ്കിൽ ജെറുസലേം ടെമ്പിൾ, അവിടെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മേശമേൽ അപ്പം ഇരിക്കുന്ന കാര്യം കാണുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മേശമേൽ അപ്പം ഇരിക്കുന്ന കാണുന്നുണ്ട്. 2 അടുക്കായിട്ടിരിക്കുന്നു, 6 അപ്പം, അങ്ങനെ 12 അപ്പം അവിടെ മേശമേൽ വെച്ചിട്ടുണ്ട്. അപ്പം നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കി അങ്ങനെയാണ് മേശപ്പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പം പുരോഹിതന്മാർ ഭക്ഷിക്കുന്ന അപ്പമാണ്. വിശേഷപ്പെട്ട കാര്യമാണ് അതും. അത് തയ്യാറാക്കുവാൻ വേണ്ടി ലേവിയുടെ 2-ാമത്തെ മകനായ കെഹാത്തിന്റെ പുത്രന്മാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെയാണ് അത് കാണിക്കുന്നത്, നേരിയ മാവുമായി ബന്ധപ്പെടുത്തി. നമ്മുടെ കർത്താവിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ യെശയ്യാവ് 53 വായിക്കുന്നത്? യെശയ്യാവ് 53 തുറന്നേ. യെശയ്യാവ് 53 തുറക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം അങ്ങ് കഴിയുമ്പോൾ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്നത്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പോലെയും. കർത്താവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇളയ തൈ പോലെ വരണ്ട നിലത്ത്, അശേഷം അനുകൂലമല്ലാത്ത പരിസ്ഥിതിയിൽ വളർന്നു വരുന്ന ഒരു ഗോതമ്പ്, അതങ്ങനെ വളർന്ന് അതിൻ്റെ വളർച്ചാപഥത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ കൊയ്തെടുത്ത് പിന്നെ മെതിച്ച് പിന്നെ നുറുക്കി പൊടിച്ച് അവസാനം നേരിയ മാവായിട്ട് കൊണ്ടുവരികയാണ്. എന്തുമാത്രം പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അനുകൂലമല്ലാത്ത പരിസ്ഥിതിയിൽ വളർന്നു വന്ന ഇളയ തൈ അതിനെ കൊയ്തെടുത്ത് ഈ പറഞ്ഞ നിലയിൽ നേരിയ മാവായിട്ട് കൊണ്ടുവന്ന് അത് അനേകർക്ക് പ്രയോജനം ചെയ്യുകയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ബലിമരണ നിമിത്തം നമുക്ക് സാധിപ്പിച്ചു തന്ന ആ രക്ഷയിലൂടെ ദൈവരാജ്യത്തിൽ വന്ന നാം നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് അനേക കാര്യങ്ങളല്ലേ ഇപ്പോൾ ഭക്ഷിക്കുന്നത്. അതിന് ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് തകരണമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം കൂടെ തുടർന്ന് പിന്നാലെ വായിക്കാം. അപ്പൊ അങ്ങനെ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് തകരുക എന്ന് പറയുമ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് കൊയ്തെടുത്തു, പിന്നീട് അതിനെ മെതിച്ചു, അത് നുറുക്കിക്കൊണ്ടുവരുന്നു,
ആദ്യപടി എന്ന് പറയുന്നത് ഒരു നുറുക്കലായിരിക്കുമല്ലോ. നുറുക്കത്തിൽ നിന്ന് പിന്നെ അതിനെ പൗഡറാക്കുന്നു, പിന്നീട് അതിനെ ഫൈൻ ഫ്ലവർ എന്നുള്ള നിലയിലേക്ക് അഥവാ നേരിയ മാവ് എന്നുള്ള നിലയിലേക്ക് ആക്കിക്കൊണ്ടുവരികയാണ്. ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെ എല്ലാം കടന്നു പോവുകയാണ്, ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെ. അങ്ങനെ പോയപ്പോഴാണ് അനേകർക്ക് പ്രയോജനകരമായ ഒരു കാര്യമായി തീർന്നത്. ഇവിടെയാണ് യോഹന്നാൻ ആ വാക്യം അങ്ങ് വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 12:24. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ ധാരാളം വിളവുണ്ടാകും. ഇതാ സഹോദരങ്ങളെ പറയുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് നമ്മളൊരു മെസ്സേജ് പറഞ്ഞു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം പേര് കേട്ട ഒരു കാര്യമാണ്. നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഗോതമ്പ് മണി ഷെൽഫിൽ വെക്കാനുള്ളതല്ല, അത് നിലത്ത് വീണ് ഉടയണം, അതിൻ്റെ ഔട്ടർ ഷെല്ലുകളൊക്കെ പൊട്ടണം. അങ്ങനെ അത് അനേകർക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് അന്ന് നമ്മൾ പറഞ്ഞത്. ഇതിനോട് ചേർത്ത് അതേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ അനേകർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, കർത്താവിനെ കുറിച്ചാണല്ലോ ആദ്യം പറഞ്ഞത്, അനേകർക്ക് പ്രയോജനപ്പെട്ടു. അനേകർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന നമ്മളോട് അടുക്കുന്നവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയണം. ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? തകർന്ന് തരിപ്പണമായി, അല്ലെങ്കിൽ കൊയ്തെടുത്ത് മെതിച്ച് പൊടിച്ച് നേർമയുള്ള പൊടിയാക്കി പിന്നീട് അപ്പമാക്കി തീർത്തിരിക്കുന്നു. മേശമേലുള്ള അപ്പത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ലേവ്യാപുസ്തകം 2-ാം അധ്യായത്തിലെ ഭോജനയാഗമല്ല പറഞ്ഞത്, മേശമേലിരിക്കുന്ന അപ്പം എന്ന നിലയിൽ നമ്മുടെ കർത്താവ് അനേകർക്ക് പ്രയോജനപ്പെടുകയാണ്. അത് പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പം, അതായത് നമ്മോട് അടുക്കുന്നവർക്ക് ഈ അപ്പം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ആ അപ്പം നുറുക്കിയല്ലേ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. നുറുക്കപ്പെട്ട് തകർക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ. ആ ജീവിതത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടവരാണ് നാം ഓരോരുത്തരും. എന്തുകൊണ്ട് അവൻ നുറുക്കപ്പെട്ടു, എന്തുകൊണ്ട് അവൻ തകർക്കപ്പെട്ടു എന്ന കാര്യം വിശദമാക്കേണ്ടവരാണ്. നമ്മുടെ അതരത്തിലൂടെയാണ് അത് പങ്കുവെക്കപ്പെടേണ്ടത്. അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായി മാറണം. തകർക്കപ്പെട്ട ക്രിസ്തുവിനെ, നുറുക്കപ്പെട്ട ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിനെ നമ്മൾ പങ്കുവെക്കുകയാണ്. പങ്കുവെക്കുമ്പോൾ നമ്മുടെ കേൾവിക്കാരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ ഈ കാര്യം പങ്കുവെക്കുന്ന നാമും നുറുക്കപ്പെട്ടവരായിരിക്കണം. അതാണ് സങ്കീർത്തനം പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറയുന്നത് അവിടെയാണ്. നുറുക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നാം പങ്കുവെക്കുന്നത്. തകർക്കപ്പെട്ട ക്രിസ്തുവിനെ പങ്കുവെക്കുന്നവരാണ് നാം. അത് പങ്കുവെക്കുന്ന ഓരോരുത്തരും, അത് ഏത് ശുശ്രൂഷകനാകട്ടെ, ഏത് വിശ്വാസിയാകട്ടെ, ആരുമാകട്ടെ, അവരും നുറുക്കപ്പെട്ടവരായിരിക്കണം, തകർക്കപ്പെട്ടവരായിരിക്കണം. അതാണ് സങ്കീർത്തനത്തിൽ നിന്നും, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ചേർത്ത് വെച്ച് പറയാനുള്ളത്. അത് തന്നെയാണ് ലേവ്യ പുസ്തകത്തിൽ നിന്നും പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? തകർക്കപ്പെട്ട ക്രിസ്തുവിനെ മറ്റനേകർക്ക് ഭോജ്യമായ നിലയിൽ അവതരിപ്പിക്കുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ, അത് ഒരു അറിവല്ല നമുക്ക്. അത് നമ്മുടെ അറിവുകളെല്ലാം കൂടി ഞാൻ ഇത്രയും പഠിച്ചെടുത്തിരിക്കുന്നു, അത് അവതരിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു അവതരണമല്ലത്. വേറെ പല കാര്യങ്ങളും നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും. കണ്ടിട്ടില്ലേ പ്രസന്റേഷനൊക്കെ ഓരോരുത്തർ ഗംഭീരമായ നിലയിൽ നടത്തുന്നത്? അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ അല്ല ഇത്. ഇത് ഈ പറഞ്ഞ നിലയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം സിമ്പിളാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ? അതിന് വേറൊരു ഭാഷയാണ് ഞാൻ ഇന്ന് ഉപയോഗിച്ചത്. തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട്, പൊടിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്കായി ഒരു ഭോജനയാഗമായി തീർന്ന, തൻ്റെ ജീവിതമെമ്പാടും ബലിപീഠത്തിൽ കത്തിയമർന്ന, ആ കത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? എണ്ണയൊഴിച്ചു കൊടുക്കണം, കുന്തിരിക്ക വിടണം. കുന്തിരിക്ക വിശുദ്ധിയാണ് കാണിക്കുന്നത്, ഹോളി ലൈഫിനെയാണ് കാണിക്കുന്നത്. അവൻ വിശുദ്ധനായിരുന്നു. 4 പാടുന്ന ആളുകൾ നോക്കി, 4 പാടുന്ന നോക്കിയില്ലേ? അകത്തുള്ളവരും പുറത്തുള്ളവരും ഒക്കെ നോക്കി. വെളിയിലുള്ള പീലാത്തോസ് നോക്കി, മഹാപുരോഹിതന്മാർ നോക്കി, ഹെരോദാവ് നോക്കി, കടന്നു പോകുന്നവർ നോക്കി, എല്ലാവരും നോക്കി. ആർക്കും ഒന്നും ആരോപിക്കാൻ കഴിഞ്ഞില്ല. അവനോട് ചേർന്നിരുന്ന അവന്റെ അപ്പോസ്തലന്മാര്, പത്രോസാകട്ടെ, പൗലോസാകട്ടെ, മാറോട് ചേർന്നിരുന്ന യോഹന്നാനാകട്ടെ, ആർക്കും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വിശുദ്ധനായിരുന്നു. എണ്ണയൊഴിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലുണ്ട്. പിതാവായ ദൈവം അവനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ അടുത്ത് നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അവൻ പരിശുദ്ധാത്മ ശക്തിയിൽ നിൽക്കുന്നു. അവൻ പരിശുദ്ധാത്മ ശക്തിയിൽ നിൽക്കുന്നു. പാപത്തെക്കുറിച്ച് ആർക്കും അവനെ ഓർമ്മിപ്പിക്കാൻ കഴിയില്ല.
വിശുദ്ധിയിൽ നിൽക്കുന്നു. അങ്ങനത്തെ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് വരികയാണ്. നമ്മൾ അങ്ങനെ ഒരു ലൈഫിലേക്ക് ചൂട് വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ, വിശുദ്ധനായ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാം വിശുദ്ധിയിലായിരിക്കണം. തകർന്നുറങ്ങിയ അനുഭവത്തിലുള്ള ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ കേൾവിക്കാരൻ്റെ ഹൃദയം നുറുങ്ങണമെങ്കിൽ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രസന്റ് ചെയ്യണം. അതായത് നുറുക്കപ്പെട്ട ജീവിതത്തിന് ഉടമയായിരിക്കണം, പണിയപ്പെട്ട ജീവിതത്തിന് ഉടമയായിരിക്കണം സുവിശേഷം പങ്കുവെക്കേണ്ടത്, സത്യവചനം പങ്കുവെക്കേണ്ടത്. അങ്ങനെയുള്ള ശുശ്രൂഷകരായിരിക്കണം. അങ്ങനെയുള്ളവർ ഈ സത്യവചനം പങ്കുവെക്കുമ്പോൾ കേൾവിക്കാരുടെ ഉള്ളം നുറുങ്ങും. അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ മുടി കറുപ്പിച്ചാലൊന്നും ആരുടെ ഉള്ളം നുറുങ്ങില്ല സഹോദരങ്ങളെ. മുടി കറുപ്പിച്ചാൽ വല്ലവരുടെയൊക്കെ ഹൃദയം നുറുങ്ങുമോ? അവർ പറയും തരക്കേടില്ലല്ലോ, ഇത് എങ്ങനെ വെച്ച് പിടിപ്പിച്ചു എന്ന് ചോദിച്ചിട്ട് അവർ പോകും. പിന്നെ ഏതെങ്കിലും ആത്മാവിൽ നമ്മൾ എന്തെങ്കിലും വിടുതലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് നാളത്തേക്ക് ഒന്ന് ജയ് വിളിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അവരവരുടെ പാട്ടിനും പോകും. അത്രയൊക്കെ ഉള്ളൂ. ഒരു പ്രത്യേക കാര്യം ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ പങ്കുവെച്ചതായിരുന്നു പെസഹയെക്കുറിച്ച്. പെസഹ പൊതുവെ ഈ പെസഹയുടെ സമയത്ത് മറ്റിതര സമൂഹങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുമല്ലോ. ഈ നാളുകളിൽ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവരും വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് പെസഹ മുതൽ ഈസ്റ്റർ വരെ എന്ന് പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ ചെയ്യും. വിശേഷിച്ച് ന്യൂജൻ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും പട്ടണമൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ വിടുതൽ ശുശ്രൂഷകൾ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ കഴ്സ് ബ്രേക്കിംഗ്, ശാപവിമുക്തി ശുശ്രൂഷകൾ. ഇങ്ങനെ ഒരു 2-3 കൂട്ടം കാര്യങ്ങളാണ്. അതായത് ശാപവിമുക്തി, രോഗശാന്തി, പിന്നെ എന്നാ സാമ്പത്തിക വിടുതൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെസഹ മുതൽ ഈസ്റ്റർ വരെ. സത്യത്തിൽ പെസഹ എന്ന് പറയുമ്പോൾ ഒരു പെന്തക്കോസ്തുകാരൻ്റെ മുട്ടുകൂട്ടിയിടിക്കണം. പെസഹ എന്ന് പറഞ്ഞാൽ എന്താ? പെസഹയുടെ അർത്ഥം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണമാണ് പെസഹ വിളിച്ചു പറയുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടവനാണ്. അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനാണ്. അവന്റെ മരണത്തെ വിളിച്ചു പറയുന്നതാണ് പെസഹ. അവന്റെ മരണത്തെ വിളിച്ചു പറയുന്നതാണ്. ആ മരണത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ആ മരണനിമിത്തം ചിന്തിയ രക്തത്താൽ സംഹാരകനിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് നാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവോ? എന്തായി പറയുന്നത്? പെസഹ എന്നുള്ള വാക്കൊക്കെ വായിലൂടെ വരുമ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എങ്ങനെ ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവും പിന്നെ മറ്റേതെന്താ ശാപവിമുക്തി എന്നൊക്കെ പറഞ്ഞ് ഈ കോമാളിത്തരൊക്കെ കാണിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ കഴിയുന്നു? കാരണം ദൈവഭയമില്ല ഇവർക്ക്. ഇവർ വാക്കുകൾ കൊണ്ട്, കപടഭക്തി കൊണ്ട് ജനത്തെ വഞ്ചിക്കുകയാണ്. യഥാർത്ഥ പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷയെങ്കിൽ പരിശുദ്ധാത്മാവ് പെസഹായുടെ ആഴം വെളിപ്പെടുത്തി കൊടുക്കില്ലേ? പെസഹായുടെ ആഴം വെളിപ്പെടുത്തില്ലേ? മിസ്രൈം മുതൽ ഗോൽഗോഥ വരെ, മിസ്രൈം മുതൽ ഗോൽഗോഥ വരെ, മിസ്രൈമിലെ സംഹാരം, ഗോൽഗോഥയിലെ ന്യായവിധി, ഇതെല്ലാം ഒരുമിച്ച് വെളിപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു ശുശ്രൂഷകനാണെങ്കിൽ അവന് വെളിപ്പെടും. അവൻ തകർന്നു നുറുങ്ങിയ ജീവിതത്തിന് ഉടമയാണ്. എന്ന് വെച്ചാൽ വലിയവനായ ദൈവം അവനെ നുറുക്കിയതാണ്, നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നുറുക്കമില്ലാത്ത ഒരുത്തന് നുറുങ്ങിയ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പെർമിറ്റ് ഇല്ലെന്നേ. നുറുക്കമില്ലാത്ത ഒരുത്തന് നുറുങ്ങിയ ക്രിസ്തുവിനെ, തകർക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനായിട്ട് അനുവാദമില്ല. തകർക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്ന ശുശ്രൂഷകൻ തകർക്കപ്പെട്ടവനായിരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇത് പഠിക്കാൻ ഇനി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. സാമാന്യം ഏതൊരാൾക്കും മനസ്സിലാവും. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്താണെന്നുള്ളതാണ് ചുരുൾ നിവർത്തി വരേണ്ടത്. സൗരങ്ങളിൽ ഞാൻ ഭോജനയാഗത്തിന്റെ ആരംഭം ഒന്ന് പറഞ്ഞിരുന്നു. ആരംഭം 2-ാം അധ്യായത്തിന്റെ, ലേവ്യപുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് നേരിയ മാവിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നത്: അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ദോശയും വടയൊന്നും അല്ല, അത് തർജ്ജമയിലൊരു പ്രശ്നമാണ്. അത് എന്താ പുളിപ്പില്ലാത്ത കേക്കിനെ കുറിച്ചാണ്. അൺലീവൻഡ് കേക്കും അൺലീവൻഡ് വാഫേഴ്സും, ഇങ്ങനെ 2 കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അടുപ്പ് എന്നുള്ളത് അടുപ്പല്ല, ആക്ച്വലി അവിടെ വരേണ്ടത് ഓവൻ എന്നാണ്. ഓവൻ, ശ്രദ്ധിക്കണം. മലയാളത്തിൽ അടുപ്പെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ അടുപ്പ് കാണുന്ന ആ അടുപ്പുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. തർജ്ജമ അങ്ങനെയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഓവൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. 100 കൊല്ലം മുമ്പാണ് ബൈബിൾ തർജ്ജമ ചെയ്തത്. അന്ന് എവിടെയാ
ഈ ഇലക്ട്രിക് ഓവനൊക്കെ? ഒരു ഓവനും ഇല്ല. അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഓവനുണ്ട്. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഓവനുണ്ട്. ആ ഓവന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് ബോർമ എന്ന് പറയും. ബേക്കറിക്കാരനുണ്ടാക്കുന്ന ബോർമ. 14 ജില്ലയുണ്ട് കേരളത്തിന്. ഓരോ ജില്ലയിലും ഓരോ ഭാഷയാണ്. പ്രസംഗത്തിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാ. കാസർഗോഡുകാർ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാക്കില്ല. അവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ പറയുന്ന ഓവൻ എന്നുള്ളതാണ്. ഓവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന മൈക്രോവേവ് ഓവനായിട്ട് പരിഗണിക്കരുത്. അങ്ങനെ ഒരിക്കലും പരിഗണിക്കരുത്. പകരം ഞാൻ പറഞ്ഞു വന്നത് എന്താ, പഴയകാല ബേക്കറികളുണ്ട്. പഴയകാല ബേക്കറികൾ, പണ്ടത്തെ ബേക്കറികൾ. ആ ബേക്കറികൾക്ക് ഇന്നത്തെ മെക്കനൈസ്ഡ് സംവിധാനങ്ങളൊന്നുമില്ല. പഴയ സിസ്റ്റത്തിലാണ് അവരതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചുടിഷ്ടി കൊണ്ട് ഒരു സംവിധാനം, അല്ലേ, ചുടിഷ്ടി കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഒരു സംഭവം ഉണ്ടാക്കും. അതിൻ്റെ മുൻപിലൊരു വാവട്ടം കാണാം, ഒരു ഡോറ് കാണാം. ആ ഡോറ് തുറന്നിട്ടാണ് ഈ ബണ്ണും ബ്രെഡും ഒക്കെ അതിനകത്തേക്ക് തള്ളി വെക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ഒരു പൊള്ളയായ ഭാഗമുണ്ട്. അവിടെ കുപ്പിച്ചില്ലും വേറെ ഏതാണ്ട് സാധനമൊക്കെ ഇട്ടിട്ടാണ് ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ അത് ചെയ്യുന്നത്. എന്നിട്ട് അതിനടിയിൽ ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കത്തിക്കുന്നത്. ഏറ്റവും നല്ല ടെമ്പറേച്ചർ ലഭിക്കാൻ പാകത്തിന് ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അത് കത്തിക്കുന്നത്. ഈ വിഷയമൊക്കെ കർത്താവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ക്രൂശുമരണത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇതിന് തൊട്ട് താഴെ പിന്നെ പാനിനകത്ത്, പാൻ ഓർ ഫ്ലാറ്റ് പ്ലേറ്റ്, അതിനകത്താണ് അടുത്തത് ചുടുന്ന കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഫ്രൈ പാനിലാണ് പറയുന്നത്. അത് ക്രൂശീകരണത്തിൻ്റെ 3 സ്റ്റേജാണ്. 3 പാത്രങ്ങൾ കാണിക്കുന്നത്. ഓവൻ എന്ന് പറയുന്നത് ഓവനകത്ത് കയറ്റി വെച്ച പലരും കാണുന്നുണ്ടോ? ആർക്കും കാണാൻ കഴിയില്ല. പാൻ എന്ന് പറയുമ്പോൾ അതിനടുത്ത് ചെന്ന് ആർക്കും കാണാം. അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദോശയോ ഇഡ്ഡലിയല്ലോ, ദോശയോ അങ്ങനത്തെ എന്ത് സാധനമാണോ അത് ഉണ്ടാക്കുന്നത് അവിടെ എവിടെ നിന്ന് നോക്കിയാലും കാണാം. 4 സൈഡിൽ നിന്ന് നോക്കിയാലും കാണാം. അപ്പോൾ പാൻ, അതാണ് ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദോശ ഇവിടുന്ന് ദോശക്കല്ല് പോലെ ഇരിക്കുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് വേണേലും അടുക്കളയിലെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഇത് ചുട്ടോണ്ടിരിക്കുന്നത് കാണാം. അതേസമയം പിന്നെ പറഞ്ഞ ഫ്രൈ പാനിലേക്ക് വരുമ്പോൾ അതിനൊരു ഇച്ചിരി ഇങ്ങനെ ഒരു ചെരുവുണ്ട്. ബേബിയേ, പടമൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം കേട്ടോ, കാണിക്കണമെന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നോക്കട്ടെ. ഒരു ചെറിയ ചെരുവുണ്ട്. അപ്പോൾ അകലെ നിന്ന് നോക്കിയാൽ കാണില്ല, അടുത്ത് വന്നിട്ട് നോക്കണം. അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ അകത്തിരിക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഓവനകത്തുള്ളതൊന്നും കാണില്ല. ഈ 3 കാര്യം പിന്നാലെ ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ക്രൂശീകരണത്തിൻ്റെ ആഴമാണ് 3 കാര്യങ്ങളാണ്. അതായത് വലിയവനായ ദൈവം കർത്താവിനോട് ചെയ്ത കാര്യങ്ങൾ, മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ, സാത്താന്യ ലോകം ചെയ്ത കാര്യങ്ങൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളുമായിട്ട് വിശദീകരിക്കും. ഇവിടെ അതല്ല വിഷയം. ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കല്ല പോകുന്നത്. ഇവിടെ ഈ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അടപ്പത്ത് വെച്ച് ചുട്ടത് ഭോജനയാഗമായി അർപ്പിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് അൺലീവൻഡ് കേക്കും ആൻഡ് വാഫേഴ്സ്, ഇങ്ങനെ 2 കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദോശ ഇഡ്ഡലിയും വടയല്ല. ദോശ ഇഡ്ഡലിയും വടയായിട്ട് ഇവിടെ ഒരു ബന്ധമില്ല. അത് മലയാളക്കരയിൽ തർജ്ജമ ചെയ്തപ്പോൾ വന്ന ഭയങ്കരമായ കുഴപ്പമാണത്, അല്ലേ? മലയാളക്കരയിലെ തർജ്ജമയിൽ വന്ന വലിയ ഒരു വീഴ്ചയെന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അന്ന് ഓവനില്ല. ഇവിടെ തർജ്ജമ ചെയ്യുന്ന ഓവൻ കണ്ടിട്ട് വേണ്ടേ? അതൊക്കെ യൂറോപ്പിൽ കാണുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോന്നൊക്കെ. അപ്പം മുൻകാലത്ത് ഇത് എഴുതുന്ന കാലത്ത് ഇത് മനസ്സിലാക്കേണ്ടത്, അന്ന് ഈ പറഞ്ഞ ബോർമ ബേക്കറിയിൽ ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ബോർമ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ അതിനകത്ത് വെച്ച് വലിയ ചൂടാണ്. ആ ചൂടിൽ ചുട്ടെടുത്ത കേക്കാണ്. ആ കേക്കിനെ കുറിച്ച് പറയുന്നത് ആ വാക്ക് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയി, ഇംഗ്ലീഷിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് ഹീബ്രുവിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പിയേഴ്സ്ഡ് കേക്ക് എന്നാണ്. അതായത് ചുട്ടെടുത്തതിന് ശേഷം കുത്തിക്കിഴിക്കുക. ചുട്ടെടുത്തതിന് ശേഷം ആ കേക്കിൽ എന്ത് ചെയ്യുന്നു? കുത്തിക്കിഴിക്കുന്നു. എന്നിട്ടാണ് യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായോ എന്തോ? ദൈവത്തിനറിയാം. അതായത് ഈ ഓവനിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നു. ഓവനകത്തേക്ക് വെച്ചിട്ട് ഡോർ അടക്കിയല്ലേ? ഓവൻ മീൻസ് ബോർമയ്ക്കകത്തേക്ക് വെച്ചിട്ട് ഡോർ അടയ്ക്കുന്നു. അതിനകത്തിരുന്ന് വെന്ത് ഭോജ്യമായി തീരുന്നു. അങ്ങനെ ആ കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അത് ഇങ്ങനെ കുത്തി ഒരു കമ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ കുത്തുന്നതായിട്ട് മനസ്സിലാക്കുക, ഭാവന കാണുക. അങ്ങനെ മനോഹരമായ ആ കേക്കിൽ ഇങ്ങനെ കുത്തി ഓരോ തുള വീഴുന്നത് പോലെ പിയേഴ്സ്ഡ് കേക്ക്
കുത്തിക്കിഴിച്ച് കൊണ്ടുവരുന്ന ഒരു കേക്ക്, അതാണ് സമർപ്പിക്കുന്നത്, യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പം അതെല്ലാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ലൈഫുമായി ബന്ധപ്പെടുത്തിയാണ് കാണിക്കുന്നത്. അതാണ് യെശയ്യാവ് 53 വായിക്കുമ്പോൾ വരണ്ട നിലത്തുനിന്ന് മുളച്ചു വന്ന ആ ഇളയ തൈ പിന്നീട് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അവന് രൂപഗുണമില്ല, കോമളത്വമില്ല. ഒന്നുകൂടെ അത് വായിച്ചേക്കാം. യെശയ്യാവ് 52 53 അല്ല 52 അവസാനത്തെ വാക്യമല്ലേ? യെശയ്യാവ് 52 14 വാക്യം. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കൊണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ കർത്താവ് കടന്നുപോയത്. ആ കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പുതിയ നിയമ ഭക്തന്റെ ഇഹലോക ജീവിതം അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ലോകക്കാർ നോക്കുമ്പോൾ അതിന് ആകർഷകരമായ ഒരു കാര്യമില്ല. ക്രിസ്തുവിൽ ഒരു ആകർഷകത്വം ലോകക്കാർക്ക് കാണാൻ കഴിഞ്ഞില്ല. അടുത്തു വന്നവർക്ക് മാത്രമേ ആകർഷകത്വം തോന്നിയുള്ളൂ. അടുത്തു വന്നവർക്ക് മാത്രമേ ആ മനോഹരത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അകലെ നിന്ന് കണ്ടവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അകലെ നിൽക്കുന്ന ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കോമാളിത്തരത്തിന് പോകരുതെന്നാണ് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓവനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുത്ത കേക്ക് കുത്തിക്കിഴിച്ച് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെ ലൈഫിനെ കുറിച്ച്. ഇവിടെയാണ് നമ്മൾ ഈ ബാഹ്യാലങ്കാരങ്ങൾ എന്നൊക്കെയുള്ള വിഷയത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നത്. ഇത് സായിപ്പിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സായിപ്പിന് മനസ്സിലായില്ലെന്ന് കരുതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കും നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർക്കും ഇത് വെളിപ്പെടുത്തി തന്നു. അത് ദൈവത്തിന്റെ മഹാകരുണയാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ പൂർവന്മാർക്ക് ഒരു 50 വർഷം മുമ്പുള്ള പെന്തിക്കോസ് പ്രസംഗമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ 50 years ബാക്ക് അന്നത്തെ പെന്തിക്കോസിലെ പ്രസംഗങ്ങളാണ് ഇതൊക്കെ. നമ്മളാരും അന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, നമ്മിൽ ആരും പെന്തിക്കോസിലൊന്നും ഇല്ല അന്ന്. അന്നത്തെ കാലത്ത് ഈ ബൈബിളിനെ സമ്പൂർണ്ണമായി കണ്ടുകൊണ്ട് സഭ എന്ന വിഷയത്തെക്കുറിച്ചും കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുമായിരുന്നു. അന്ന് സാമ്പത്തിക വിടുതലില്ല, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അങ്ങനത്തെ കോമാളികളൊന്നും അന്നില്ല. അതുപോലെ ചാപം മുറിക്കുന്നവന്മാരും ഇല്ല, പിന്നെ മറ്റ് നേരം പോക്കുകാരൊന്നുമില്ല. അന്നത്തെ മുദ്രാവാക്യം ഇതാണ്: യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. പ്രധാന മുദ്രാവാക്യം ഇതാണ്. സഭയുടെ അന്നത്തെ പ്രധാനപ്പെട്ട ശബ്ദം ഇതാണ്, വിളിച്ചു പറയുന്ന ശബ്ദം ഇതാണ്. എല്ലാ സ്ഥലത്തും ഈ ശബ്ദമാണ് മുഴങ്ങുന്നത്: യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അപ്പൊ ഇമ്പോർട്ടൻസ് എന്നാ? പാപികളെ രക്ഷിക്കുന്നു. അതെയോ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അതിന്റെ പുറകിൽ ഇച്ചിരി ഒച്ച കുറച്ചാ പറയുന്നത് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന്. പ്രാധാന്യം എന്താ? പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പാപത്തിൽ നിന്നുള്ള വിടുതലും അങ്ങനെ ദൈവരാജ്യ പ്രവേശനവും പിന്നീട് വിശുദ്ധ ജീവിതവും, ഈ വിഷയങ്ങളാണ് അന്ന് ഊന്നി പ്രസംഗിച്ചിരുന്നത്. എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാം, എങ്ങനെ ജയകരമായൊരു ജീവിതം നയിക്കാം, എങ്ങനെ ജയാളികളായി കർത്താവിനോട് പറ്റിച്ചേർന്ന് ഏകാത്മാവായി അവനോടുകൂടെ ഒരുമിച്ച് സിംഹാസനത്തിലിരിക്കാം. ഇതിനെല്ലാമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രാധാന്യം. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രസംഗം ആ ജനത്തിന് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും അന്നത്തെ കാലത്ത് ജനത്തിന് ബോറടിച്ചില്ല. കാരണം അവർ ഇറങ്ങി വന്ന ഒരു വരവുണ്ടല്ലോ, അന്നത്തെ വരവ്. ആ വരവ് എങ്ങനെയാ? നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തു വരുന്നവരാണ്. അവർക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും കേട്ടാൽ ബോറടിക്കില്ല അല്ലേ? അവര് അറിഞ്ഞല്ലേ പാടിയത്? അവരെന്ന് അറിഞ്ഞു പാടുകയാണ്. മറ്റൊരാളിൽ നിന്ന് എന്താ പാടുന്നത്? യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. അങ്ങനെയൊക്കെയാണ് അവർ ഇറങ്ങി നിന്ന് പറഞ്ഞതും പാടിയതുമായ കാര്യങ്ങൾ. മറ്റ് കാര്യങ്ങളൊന്നും അന്ന് വില പോകില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നാലെ ഉദയം ചെയ്തു വന്നതാണ്. പൂർവന്മാരൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കും, ഞങ്ങളൊക്കെ പോയതിന് ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവൻ കോട്ടയത്തു നിന്നും കൊയിലാണ്ടിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എഴുന്നേക്കുമെന്ന് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളാരും കേട്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എഴുന്നേക്കും, ജനത്തെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും, എന്നിട്ട് അവരെ വഞ്ചിക്കും, നിത്യനാശത്തിന് ഓഹരിക്കാരാക്കും. അവരാരും ഇതൊന്നും പ്രസംഗിക്കില്ല. അവർക്കിത് വെളിപ്പെടുന്നുണ്ടോ? അവർക്ക് ഈ ഓവൻ വെളിപ്പെടുന്നുണ്ടോ? ഈ ബോർമേ അവർക്ക് വെളിപ്പെടുന്നുണ്ടോ? അതിലെ തീച്ചൂട് അവർക്ക് വെളിപ്പെടുന്നുണ്ടോ? ഇത് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമല്ലേ? അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. വലിയവനായ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു ഓവൻ അനുവദിച്ചു കഴിഞ്ഞാൽ, ഓവന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ സങ്കടപ്പെടരുത്.
ആ സമയത്തും മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നുവല്ലോ. അങ്ങനെ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് അപ്പോഴും നമ്മുടെ മേൽ ആവസിക്കുന്നുണ്ട്. പക്ഷെ ഓവനിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? യഹോവയുടെ സന്നിധിയിൽ സമർപ്പിതമായ ഒരു പിയേഴ്സ്ഡ് കേക്കാണ്, പിന്നെ സമർപ്പിതമായ ഭോജ്യമായ അനേകർക്ക് പ്രയോജനകരമായ ഒരു ലൈഫായിട്ട് മാറുകയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലേവ്യ പുസ്തകത്തിൽ ഭോജനയാഗം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം. അതിന് ഇംഗ്ലീഷിൽ പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. മീൽ ഓഫറിങ്, ഗിഫ്റ്റ് ഓഫറിങ്, ഗ്രെയിൻ ഓഫറിങ്, സീരിയൽ ഓഫറിങ്, ഇങ്ങനെ പല പേരുകളാണ്. അതിൽ ഓരോ പേരുകളും എടുത്ത് കർത്താവായ യേശു ക്രിസ്തുവുമായി ചേർത്ത് വെച്ച് പഠിക്കാൻ കഴിയും. അതിലിവിടെ ഇപ്പോൾ പറയാവുന്നൊരു കാര്യമാണ് ഗിഫ്റ്റ് ഓഫറിങ്. പിതാവായ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ആ കുത്തിക്കഴിക്കപ്പെട്ട കേക്ക്, അൺലീവൻഡ് കേക്ക് നമുക്ക് എത്രമാത്രം ആസ്വാദ്യമായി മാറി. ആ ആസ്വാദ്യകരമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ്. തൻ്റെ പുത്രനെ ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ നമുക്ക് തരികയാണ്. ആ കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പിതാവ് തൻ്റെ പുത്രനെ നമുക്കൊരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ തരികയാണ്, ഗിഫ്റ്റ് ഓഫറിങ്. അങ്ങനെ തന്ന കാര്യം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പടി തന്നെ ആ പുത്രനോട് താതാത്മ്യം പ്രാപിക്കണം. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതം ഓവന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ പോയാലും എന്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ പോയാലും സന്തോഷത്തോടെ സമർപ്പിതരായി ജീവിക്കണം. അങ്ങനെ ജീവിക്കണം. ഈ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യം തന്നെ, നമ്മുടെ കർത്താവിനൊരു രൂപഗുണവും ഇല്ലായിരുന്നു, കോമളത്വമൊന്നും ഉണ്ടായിരുന്നില്ല, ആഗ്രഹിക്കത്തക്ക ഒന്നും ഇല്ലായിരുന്നു. അതല്ലേ അതിൽ നിന്ന് കണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് എന്താ? ഭോജനയാഗം ആദ്യഫലം എന്ന നിലയിൽ അർപ്പിക്കുമ്പോൾ അത് തീയിലൂടെ കടത്തിവിട്ട് ചുട്ടെടുത്ത് ഉതിർത്ത് മണി സമർപ്പിക്കണം. അവിടെ എല്ലാം ആ കറുത്ത പാട് നമുക്ക് കാണാം. രൂപഗുണമില്ല, കോമളത്വമില്ല, ബാഹ്യമായി അതൊന്നും അങ്ങനെയല്ല. പക്ഷെ പിതാവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാണത്. അതെ, പിതാവിൻ്റെ സന്നിധിയിൽ അത് സ്വീകാര്യമാണെന്നേ. ഇവിടെ ഒരു വലിയ മർമ്മം ഇപ്പൊ പറഞ്ഞു. ഈ തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വിരൂപമാക്കപ്പെടും നമ്മൾ. ഈ ലോകത്തിന്റെ ഉഷ്ണം ഭയങ്കരമാണ്. ഭക്തന്മാരായ ഉഷ്ണത്തിനടിയിലൂടെയാണ് കടന്നു പോകുന്നത്, തീച്ചൂടിനടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ തീച്ചൂടിനടിയിലൂടെ കടന്നു പോകുമ്പോൾ ഭക്തന്മാരുടെ രൂപമൊക്കെ ചിലപ്പോൾ വിരൂപമാകും, അല്ലേ? ജീവിതത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കാറ്റുകളടിക്കും, കൊടുങ്കാറ്റുകളടിക്കും, തീയുടെ അനുഭവങ്ങൾ അങ്ങനെ പലതും. അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഒരു ഷിപ്പ് ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സതാംപ്ടണിൽ നിന്ന് അത് യാത്ര ചെയ്യുകയാണ് ന്യൂയോർക്കിലേക്ക്. അറ്റ്ലാന്റിക്കിന്റെ ഓളങ്ങളിലൂടെ പോവുകയാണ്. കാറ്റുകളടിക്കും, കൊടുങ്കാറ്റുകളടിക്കും, പലതരമായ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്ന് അതങ്ങ് പുറപ്പെടുന്ന സമയത്ത് നല്ല എന്താ പറയുക, അതിൻ്റെ ആ കളറും അതുപോലെ അതിലെ ആ പാറിപ്പറക്കുന്ന കൊടിയൊക്കെ ശ്രദ്ധിക്കുക, നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഈ കപ്പലിനെ കാണുമ്പോഴും കൊടിയും മറ്റ് കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ ഇത് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വലിയ തണുപ്പിലൂടെ കടന്നു പോകും, അതുപോലെ വലിയ ഉഷ്ണത്തിലൂടെ കടന്നു പോകും, കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ഇങ്ങനെ ഇതെല്ലാം കടന്ന് ഒരു നാള് അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അതായത് ഡെസ്റ്റിനേഷൻ എവിടെയാ, ന്യൂയോർക്കിലെ പോർട്ടാണെങ്കിൽ അവിടെ എത്തിച്ചേരുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ കേട്ടോ 2 പോർട്ടിന്റെ പേര്. അങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പല് പുറപ്പെട്ട സമയത്ത് ആ അന്നേരത്തെ ഭംഗിയൊന്നും ഇപ്പം അതിനില്ല. കളറൊക്കെ ഇച്ചിരി മങ്ങിയിട്ടുണ്ട്, കൊടികളൊക്കെ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട്. കൊടുങ്കാറ്റുകളല്ലേ അടിച്ചത്, അല്ലേ? അതിൽ പാറി പറന്നുകൊണ്ടിരുന്ന കൊടിയൊക്കെ ഇച്ചിരി കീറിയൊക്കെ പോയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതിൻ്റെ ഒരു ആശയം മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ അത് ലക്ഷ്യത്തിലെത്തിച്ചേരുകയാണ്, അങ്ങനെ അത് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അങ്ങനെ അതിനെ അവിടെ റിസീവ് ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. ഈ കാറ്റുകളെയും ഇതിനെയെല്ലാം തരണം ചെയ്ത് വന്നേ അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. അതുപോലെയാണ് ഭക്തന്മാർ. അവരുടെ ജീവിത നൗക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയി അവസാനം കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം, തൻ്റെ മണവാട്ടിക്ക് വേണ്ടിയുള്ള സ്വരമാണ്. കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്നെ എൻ്റെ അടുക്കിലേക്ക് ചേർക്കും. കർത്താവ് തൻ്റെ അടുക്കിലേക്ക് ചേർക്കുകയാണ്. പുറമെ എത്ര വിരൂപമാണെങ്കിലും തൻ്റെ വിശുദ്ധന്മാർ
അവര് വിശുദ്ധ ജീവിതം നയിക്കുകയും സമർപ്പിത ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയും അവരുടെ ജീവിതത്തിൽ അനുവദിച്ച പരിശോധനകളും പരീക്ഷകളും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, അറ്റ്ലാന്റിക്കിന്റെ ഓളങ്ങളെ മറികടന്നുകൊണ്ട്, കൊടുങ്കാറ്റുകളെ മറികടന്നുകൊണ്ട്, സമർപ്പണത്തിൽ നിന്ന് ഇളകാതെ, അപ്പോഴും നങ്കൂരം എവിടെയാ? ഉത്തരഗിരിയായ സിയോനിലാണ് നങ്കൂരം. ആങ്കർ അവിടെയാണ്, ഇവിടെ എങ്ങുമല്ല ആങ്കർ കിടക്കുന്നത്. അങ്ങനെ പോവുകയാണ്. ആ ജീവിതമൊക്കെ ദൈവസന്നിധിയിൽ പ്രസാദകരമായ സഹോദരങ്ങളെ. അതാണ് ദൈവസന്നിധിയിൽ പ്രസാദകരമായ ജീവിതം. നാടോടുമ്പേ നടുവേ ഓടുന്നതല്ല പ്രസാദകരം. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമാണ് പറഞ്ഞത്. ഞാൻ എല്ലായ്പ്പോഴും എന്നെ അയച്ചവനെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട്. ആ വാക്യം ഒന്നോടെ വായിച്ചിരുന്ന് കിടന്നുറങ്ങണം കേട്ടോ. യോഹന്നാൻ 8-ാം അധ്യായത്തിലെ വാക്യം വായിക്കണമെന്നില്ല, അല്ലെ ചുമ്മാ നോക്കിയിട്ട് കിടന്നാലും മതി. ലാസ്റ്റ് കിടക്കുന്നതിന് അല്പം മുമ്പ്. അതിനിടയ്ക്ക് പിന്നെ വേറെ കാര്യത്തിനൊന്നും പോകണ്ട, അത് നോക്കിയിട്ട് അങ്ങ് കിടക്കുക. എന്നിട്ട് ശാന്തമായി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് അങ്ങ് കണ്ണടച്ചോ. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചു. ഞാനോ അങ്ങനെയാണോ? ഞാൻ നസ്രാണിയാന്നൊക്കെയാണല്ലോ പറയുന്നത്, അല്ലേ? സത്യക്രിസ്ത്യാനിയാന്നല്ലേ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ എല്ലായ്പ്പോഴും പ്രസാദിപ്പിക്കുന്നവനാണോ? തീയുടെ അനുഭവങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ, ഓവന്റെ അനുഭവങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടുമോ? ഇട്ടിട്ട് ഓടുമോ? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓവന്റെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൂടെ കയറി ഇറങ്ങി വരണം. ഉപദേശിയുടെ തലയിലെ മുടി കൊഴിഞ്ഞു പോയാൽ പോട്ടെന്നേ. അതായത് വിഷയമല്ല, പ്രസാദകരമായ ജീവിതം നയിക്കണം. യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കണം. മുടി വെച്ച് പിടിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ അത് കറുപ്പിക്കുന്നതാണോ യഹോവയ്ക്ക് പ്രസാദകരം? സഹോദരങ്ങളെ, എന്നാ സീരിയസ് ആയ കാര്യങ്ങളാണ് ഇതെല്ലാം. കർത്താവ് യേശുക്രിസ്തുവിനെ മുൻനിർത്തിയല്ലേ സംസാരിക്കുന്നത്. അന്നേരമാണോ ലോകക്കാർ ചെയ്യുന്ന പ്രാക്ടീസൊക്കെ നമ്മൾ വിശുദ്ധന്മാർ ചെയ്യുന്നത്? ദൈവമക്കൾക്ക് അനുവദിച്ച കാര്യങ്ങളാണോ അത്? ഇപ്പൊ രണ്ടാമത് പറഞ്ഞ എന്താ? ഈ കേക്ക് കുത്തിക്കിഴിച്ചാണ് സമർപ്പിക്കുന്നത്. കുത്തിക്കിഴിച്ച്, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ല. പെട്ടെന്നൊരു കാര്യം കൂടെ കൺമുമ്പിൽ വെക്കുകയാണ് ഞാൻ. അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പിന്നാലെ നമ്മളെ കേൾക്കുന്ന ഓഡിയൻസിന് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾ കേട്ടിരിക്കുക, സ്തോത്രം ചെയ്തിരിക്കുക. ഇവിടെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ലൈഫ് മുൻനിർത്തിയാണ് സംസാരിച്ചത്. രൂപഗുണമില്ല, കോമളത്വമില്ല, അകലെ നിന്ന് നോക്കി ആർക്കും അത് മനോഹരത്വമായിട്ട് തോന്നിയില്ല. എന്നാൽ അവനോട് അടുത്തവർക്ക് അവനൊരു അതിശയ വിഷയം തന്നെയായിരുന്നു. തന്നോട് അടുത്തവർക്ക് താനൊരു അതിശയ വിഷയം തന്നെയായിരുന്നു. ഇതുപോലെയാണ് സഹോദരങ്ങളെ ടാബർനാക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വിശുദ്ധ ബൈബിളിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുണ്ട് ആ സബ്ജക്റ്റ്. അതിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതും അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭംഗിയുമില്ല, യാതൊരു ഭംഗിയുമില്ല. അതേസമയം അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ പ്രാകാരവാതിൽ തുറന്ന് പ്രാകാരത്തിൽ കയറി, അത് കഴിഞ്ഞ് കൂടാരവാതിൽ തുറന്ന് കൂടാരത്തിനകത്തേക്ക് കയറി, ആ സ്ഥലത്തിന് പറയുന്നതാണ് വിശുദ്ധ സ്ഥലം അഥവാ ഹോളി പ്ലേസ്. അവിടേക്ക് വന്നൊരുവൻ ഉയരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തേജസ്സിന്റെ ഒരു പ്രഭാപൂരമാണ്, ഒരു പൊടിപൂരമാണ് അവിടെ, അല്ലേ? അവിടെ തേജസ്സിന്റെ ഒരു പ്രഭാപൂരമാണ്. ഭയങ്കര കാഴ്ചയാണത്, അതിമനോഹരമായൊരു കാഴ്ചയാണ്. അടുത്തു വരണം, അകത്തേക്ക് വരണം. അതേസമയം അകലെ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും ഒരു ഭംഗിയും ഉണ്ടാകില്ല, രൂപഗുണവും ഇല്ല, ആകർഷിക്കത്തക്ക ഒന്നും കാണില്ല. ഈ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ ആ കൂടാരത്തിൽ നിന്ന് രണ്ട് പ്രധാന കാര്യമാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി പഠിക്കേണ്ടത്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ അതിൻ്റെ ആരംഭകാലത്ത്, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ അത്രയും കാലത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രസംഗവും കേട്ടിട്ടില്ല. ഇങ്ങനൊരു കൂടാരം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. സഭ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. ദൈവസന്നിധിയിലിരുന്നല്ലേ സഹോദരങ്ങളെ പറയുന്നത്. ഇത്രയും വിശുദ്ധന്മാരെ സാക്ഷി നിർത്തിയാ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് പോലും കേട്ടില്ല. പിന്നെയാണ് ദൈവം അതൊക്കെ കേൾക്കാനും പഠിക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനൊക്കെ മനസ്സ് വെച്ചത്. നമ്മൾ പഠിക്കേണ്ടത് സഭയെക്കുറിച്ചല്ലേ, നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചല്ലേ. പഠിക്കുകയല്ല, ആ പഠനം നമുക്ക് അനുഭവമായിട്ട് മാറണം, ആസ്വാദ്യമായിട്ട് മാറണം. പഠിക്കുന്ന തന്നെ വല്ല എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണോ, അല്ലെ വല്ല IAS പരീക്ഷയ്ക്ക് പോകാനാണോ? ഒന്നുമല്ല, രുചിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പൗലോസ് പറയുന്ന പോലെ ഈ ധ്യാനവും ഈ പഠനവും ഒത്തുകൂടലൊക്കെ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ വേണ്ടിയാണ്. രുചിച്ചറിയുമ്പോഴാണ് എൻ്റെ സമർപ്പണാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ശേഷം മനുഷ്യർ എങ്ങനെയോ അതുപോലെയല്ല എൻ്റെ ജീവിതം, വ്യത്യസ്തമാണ്. അപ്പൊ ഈ കൂടാരത്തെ കാണിച്ചുകൊണ്ട് എന്താ നമ്മളിപ്പോ പറഞ്ഞത്? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ഇതിലേക്ക് നോക്കുമ്പോൾ രണ്ട് കാര്യമാണ് കാണുന്നത്. ഒന്ന് ദൈവസഭ, രണ്ട് യേശു ക്രിസ്തുവിനെ.
ഒന്ന് ദൈവസഭ, രണ്ട് യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഈ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ അതും വിരൂപമാണ്, രൂപഗുണമില്ല, ആകർഷിക്കത്തക്ക ഒന്നും അതിനകത്തുമില്ല. അതിന് പുറമെ കിടക്കുന്ന മൂടുശീല ബാഡ്ജേഴ്സ് സ്കിന്നാണ്, ഒന്നുമില്ല, വിരൂപമായൊരു കാഴ്ചയാണ്. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആളുകൾ പറഞ്ഞില്ലേ, തച്ചന്റെ മകനെന്നും മറിയയുടെ മകനെന്നും ഭൂതങ്ങളെ കൊണ്ട് നടക്കുന്നവനെന്നൊക്കെയാണ് അകലെ നിന്ന് കണ്ടവരൊക്കെ പറഞ്ഞത്. എന്നാൽ അവനോട് അടുത്തവർ പറഞ്ഞത് എന്താ? അത് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അവനോട് അടുക്കുന്നവർക്ക് അവനൊരു അതിശയ വിഷയം തന്നെയാണ്. അവനോട് അടുക്കുന്നവർക്ക് മാത്രം, അല്ലാത്തവർക്ക് അവൻ ഇന്നും ത്യജിക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ്. ത്യജിക്കപ്പെട്ട, ലോകം തള്ളിയ കല്ലാണ് യേശു ക്രിസ്തു. ഇന്നും കാഹളം ധ്വനിക്കുന്നത് വരെ ലോകം തള്ളിയ കല്ല് തന്നെയാണ് യേശു ക്രിസ്തു. അതേസമയം ഒരു പറ്റം വിശുദ്ധന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർക്ക് മാത്രമാണ് അവനൊരു അതിശയ വിഷയമായിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ദൈവസഭയെക്കുറിച്ചുള്ള പഠനം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ എന്നൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പാകെ അത് ആസ്വാദികരമായിരിക്കില്ല. അതേസമയം നമ്മിൽ വസിക്കുന്ന ക്രിസ്തു നിമിത്തം, നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേക നിമിത്തം നമ്മോട് അടുക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇവൻ വ്യത്യസ്തനാണ്, ഇവൻ തികച്ചും വ്യത്യസ്തനാണ്. ഞങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയല്ല, ഞങ്ങളുടെ പുരോഹിതന്മാരെ പോലെയല്ല. ഇവൻ അധികാരത്തോടെയാണ് കാര്യങ്ങളെ പറയുന്നത്. ആ അധികാരം എങ്ങനെയാണ് ലഭിക്കുന്നത്? തകർക്കപ്പെട്ട് നുറുക്കപ്പെട്ട് ബലിപീഠത്തിൽ ആ തീക്കകത്ത് വെന്തുരുകി വരുന്ന ഒരു ശുശ്രൂഷകന് മാത്രമാണ് ആത്മീയ അധികാരം ലഭിക്കുന്നത്. ആത്മീയ അധികാരം ലഭിക്കുന്നത് ആ ആത്മീയ അധികാരത്തിലാണ് അവൻ ശുശ്രൂഷിക്കേണ്ടത്. എങ്കിലേ സഭയ്ക്ക് അത് പ്രയോജനമാകുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞത് പുതുതായി നമ്മളെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. അത്തരം സഹോദരങ്ങൾ ആ വിഷയങ്ങൾ കൂടുതൽ ധ്യാനിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ചെറിയൊരു സൂചനയാണ് തന്നത്, ചെറിയൊരു സൂചന. സഭയുടെ നിഴലായി നിൽക്കുന്ന സമാഗമന കൂടാരം, അതിനോട് ചേർത്ത് വെച്ച് യേശുക്രിസ്തുവിന്റെ ലൈഫ്, മൂന്നും കൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാഹ്യ അലങ്കാരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ അലങ്കാരങ്ങളെല്ലാം കൂടാരത്തിനകത്താണ്, കൂടാരത്തിന് വെളിയിൽ ഒരു അലങ്കാരമില്ല. ചുമ്മാ ഒരു തകശ തോലിട്ട് മൂടുകയാണ്, അത്രയേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ്. ബാഹ്യമായ അലങ്കാരങ്ങൾക്കും ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. സമർപ്പിത ശരീരമാണിത്. ഈ സമർപ്പിത ശരീരത്തിനകത്ത് തേജോമയനായ ദൈവം വസിക്കുന്നു. തേജോമയനായ ദൈവം വസിക്കുന്നു. വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഒറ്റയൊരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ പറഞ്ഞ ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ, അതുമല്ലെങ്കിൽ അവിടെ പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആസിയിലെ പൊന്നിലവിളക്ക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 7 പൊന്നിലവിളക്കുകളുടെ നടുവിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉലാവുന്ന ഒരു കാഴ്ച കാണാം അവിടെ. ആ നിലവിളക്ക് കർത്താവിന്റെ സഭയെ കാണിക്കുന്നു. ആസിയിൽ 7 സഭകളെ കാണിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഇല്ല. വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക്, പുറപ്പാട് പുസ്തകത്തിലേക്ക്, ലേവ്യ പുസ്തകത്തിലേക്കൊക്കെ വരേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് സമാഗമന കൂടാരത്തിൽ ഒരു കവരവിളക്കിരിപ്പുണ്ട്, കവരവിളപ്പ്, മെനോറ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യെരൂശലേം ദേവാലയത്തിലാണ്. അവിടെ 10 വിളക്കിരിപ്പുണ്ട്. ഇവിടെ ഒരു വിളക്കാണെങ്കിൽ അവിടെ 10 വിളക്കിരിപ്പുണ്ട്. അപ്പോൾ ആ വിളക്കിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ, വിളക്ക് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, ആ വിളക്ക് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ആ വിളക്ക് തൻ്റെ സഭയെ കാണിക്കുന്നു. ആ വിളക്ക് യേശുക്രിസ്തുവിനെയും തൻ്റെ സഭയെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് കാണിക്കുന്നു. അങ്ങനെ കാണുന്ന ആ ഒരു പിക്ചർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇനി മുടി കറുപ്പിക്കണോ വെളുപ്പിക്കണോ നിങ്ങൾ തീരുമാനിക്കണം. മുടിയല്ല കേട്ടോ ഇവിടുത്തെ വിഷയം, ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞത്. ഒരു പുതുനിയമ ക്രിസ്ത്യാനിയുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ആഴം മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞതും പഠിച്ചതും അനുഭവിക്കുന്നതുമായ കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണമെന്ന് കർത്താവിൻ്റെ അപ്പസ്വലന്മാർ ആഗ്രഹിക്കുന്നു. അപ്പസ്വലന്മാർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? നമ്മെ വിളിച്ചവൻ ആഗ്രഹിക്കുന്നില്ലേ? ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം പൗലോസിലൂടെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവല്ലേ അത് ആഗ്രഹിക്കുന്നത്. നാം ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പ്രകാശിക്കണം, ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണമെന്ന് അല്ലേ? ഈ വിളക്കിരിക്കുന്ന എവിടെ? വിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുന്ന നാം വിളക്ക് പോലെ ശോഭിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുന്ന നാം വിളക്ക് പോലെ പ്രകാശിക്കണം. ആ വിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നെന്ന് പറഞ്ഞു. അടുത്തപടി എന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്: ആ വിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം.
ആ വിളക്കിനകത്തേക്ക് ഒഴിക്കുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. ആ ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അടുത്ത് അതിനകത്തേക്ക് ഇറക്കി വെക്കുന്ന തിരി എന്ന് പറയുന്ന നമ്മെ ഓരോരുത്തരെയും കാണിക്കുന്നു. മൂന്നും കൂടെ ഒരുമിച്ച് ആ വിളക്കിൽ സമ്മേളിച്ച കണ്ടോ? സഹോദരങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ആ വിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നു. വിളക്കിൽ ഒഴിച്ച എണ്ണ, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അവിടെ ഒഴിക്കുന്നു. ആ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പഴയ നിയമത്തിൽ അങ്ങനെയാണ് നിഴലായി നമ്മൾ പഠിപ്പിക്കുന്നു. അടുത്തത് അതിലേക്ക് ഇറക്കി വെക്കുന്ന തിരി. ആ തിരിയുടെ ഒരു അഗ്രം മാത്രമേ മുകളിലേക്ക് പൊങ്ങി നിൽപ്പുള്ളൂ. ബാക്കിയെല്ലാം എണ്ണയിൽ മുങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇതൊന്നും പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. ഈ ആഴ്ചകളിലൊന്നും ഈ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്തതല്ല. എല്ലാ ന്യൂ ജനറേഷൻ കുഞ്ഞാടുകളും കേട്ടോ, നീ ഒരു ജന്മം തപസ്സിരുന്നാൽ ഒരു പെന്തിക്കോസുകാരന്റെ മുമ്പിൽ വർത്തമാനം പറയാനായിട്ട് ശേഷി ഉണ്ടാകില്ലെന്ന് ഓർത്തോ. ഒരു പെന്തിക്കോസുകാരനോട് വർത്തമാനം പറയാനുള്ള ശേഷിയൊന്നും ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരനില്ല. കാരണം എന്നാ? അവന് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുക, കത്തി അമരുക, ജീവിതം അവിടെ തീരുക, മരിക്കുകയാണ്. ഈ തിരി ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെയുള്ള ആളുകളോടൊക്കെ വർത്തമാനം പറയാൻ വരുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങളുടെ പെന്തിക്കോസ് മൊത്തം അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? പെന്തിക്കോസിനകത്ത് എല്ലാ സൈസ് ആൾക്കാരും ഉണ്ട്. പെന്തിക്കോസിനകത്ത് ആത്മീയരുണ്ട്, ജഡീകരുണ്ട്, പിന്നെ ശേഷം സമ്മിശ്ര ജാതികളും ഉണ്ട്. 3 കൂട്ടം ആൾക്കാരുണ്ട്. ദൈവം അനുവദിച്ചാൽ അതിന്റെ വിശദീകരണം പിന്നാലെ പറയാം. 3 കാര്യം ഓർത്തു വെച്ചോ. ആത്മീയരുണ്ട്, ജഡീകരുണ്ട്, പിന്നെ ഈ ഇസ്രായേല് മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്നപ്പോൾ കൂടെ പോകുന്നത് പോലത്തെ സമ്മിശ്ര ജാതികൾ. അവരുടെ പ്രത്യേകത എന്താ? അവർ പെസഹായും ചോരത്തിൽ ആചരിച്ചവരല്ല, പക്ഷെ അവർ ചെങ്കടൽ കടന്നവരാ. മീൻസ് അവരൊക്കെ സ്നാനപ്പെട്ടവരാണ്. പെസഹ എന്താണെന്നൊന്നും അവർക്കറിയില്ല, അഥവാ വീണ്ടെടുപ്പ് എന്താണെന്ന് അവർക്കറിയില്ല, രക്ഷ എന്താണെന്നൊന്നും അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ ബഹുശതം ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഭാഗമായി സഭാ രജിസ്റ്ററിൽ പേരുള്ള ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്. അവരിങ്ങനെ സഞ്ചരിക്കുന്നു. അവരുടെ മുമ്പാകെ നമ്മൾ ഈ വാക്തത്വ ഭൂമിയിലെ വിളവുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങളെ സംബന്ധിച്ച് ഈരുള്ളി, ചുറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ എന്നൊക്കെയാ വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, ഇതൊക്കെ സെർവ് ചെയ്യാനാ പറയുന്നത്. അതൊക്കെയാ കൊട്ടാരക്കര സെർവ് ചെയ്യുന്നത്, അതൊക്കെ വേറെ പല സ്ഥലങ്ങളിൽ സെർവ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈരുള്ളി, ചുറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ സെർവ് ചെയ്യാൻ പ്ലാൻ ഇല്ല. നമ്മളെ സംബന്ധിച്ച് മാതളം, മുന്തിരി, യവം, അത്തിപ്പഴം, ഇങ്ങനെ ലിസ്റ്റ് കിടക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. അതിനൊന്നും ടേസ്റ്റ് ഇല്ലെന്നാ പലരും പറയുന്നത്. ടേസ്റ്റ് ഇല്ല, മറ്റതിനാ ടേസ്റ്റ് എന്ന്. ഈരുള്ളി, കുമ്പളങ്ങ, ചിറ്റുള്ളി, പിന്നെ എന്നാ വെള്ളരിക്കൊക്കെയാണ് ടേസ്റ്റ് എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടേസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിക്കാം. അതായത് 2 മെനു നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അത് കഴിക്കാം. അതേസമയം ഇതിന് താല്പര്യമുള്ളവർ ഇത് കഴിക്കുക. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 15 മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, അല്ല 20 മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഇരുന്ന് വിസ്തരിച്ച് ചാവച്ചരച്ച് കഴിച്ച് പിന്നെ ഇച്ചിരി കുടിച്ചൊക്കെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെയാകാം. ഇച്ചിരി സമയം എടുക്കും. അതൊക്കെ ഈ പെട്ടെന്ന് തല്ലിപ്പടച്ച് കഴിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോ, അത് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. അതേസമയം സമയമെടുത്ത് എല്ലാം ചവച്ചരച്ച് ആസ്വദിച്ച് അങ്ങനെ ധ്യാനിച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് പിരിയുന്ന ആ ഒരു പിരിച്ചിലുണ്ടല്ലോ, അതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഒടുക്കം പറഞ്ഞ എന്താ? വിളക്ക് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന തിരി ഭാവനയൊന്ന് കണ്ടിട്ട് പിരിയ. തിരിയുടെ അഗ്രം മാത്രമേ അതിൻ്റെ ടോപ്പിലുള്ളൂ. നിങ്ങളൊക്കെ എത്രയോ തിരി നിർത്തിയ ആൾക്കാരാ ഒരു കാലത്ത്. ഇപ്പോഴല്ലേ കരണ്ടും വെളിച്ചമൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ ആ തിരി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ അഗ്രം നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കത്തുകയാണെങ്കിൽ മാത്രം, കത്തിയല്ലേ കുഴപ്പമില്ല, കത്തുകയാണെങ്കിൽ മാത്രം ഈ വിളക്കിന്റെ ശുശ്രൂഷയിൽ വരുന്ന മഹാപുരോഹിതനാണ്. നമ്മെ സംബന്ധിച്ച് മഹാപുരോഹിതൻ യേശുക്രിസ്തുവാ. ആ വിളക്ക് പിന്നെയും കത്തണമെങ്കിൽ അതിന്റെ കരിന്തിരി മുറിച്ചു മാറ്റണം. അങ്ങനെ കരിന്തിരികൾ മുറിച്ചു മാറ്റും, അങ്ങനെ വീണ്ടും കത്തും, വീണ്ടും അത് മുറിച്ചു മാറ്റും. അവിടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. സൂചന ഇത്രയേ ഉള്ളൂ. തിരി മുങ്ങിക്കിടക്കുകയാണ്, അഗ്രം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചം ഈ വിളക്കിലേക്കാണ് വീഴുന്നത്. തിരി ആർക്കും കാണാൻ കഴിയില്ല. ആ വെളിച്ചം തട്ടുന്നത് വിളക്കിലേക്കാണ്. വിളക്കാണ് കാണുന്നത്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അത് മാത്രമല്ല, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയല്ലേ, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയല്ലേ.
ക്രിസ്തുവിനെ ധരിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് എന്താ? നമ്മയല്ല കാണുന്നത്, ഒരു പ്രമാണമുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിൻ്റെ ഫോട്ടോ കത്തോലിക്കരുടെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് മേടിച്ച് കഴുത്തെ കെട്ടി തൂക്കിയിടുക എന്നുള്ളതാണോ? അതാണോ അതിൻ്റെ ഉത്തരം? അതല്ലല്ലോ. നമുക്കൊരു പ്രമാണമുള്ളവരാണ്, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ വഹിക്കുന്നവരാണ്, ഉപദേശമുള്ളവരാണ്, ഉപദേശ സംഹിത മുറുകെ പിടിക്കുന്നവരാണ്. നമ്മെ കാണുന്നവർ ഒരു പ്രിൻസിപ്പിൾ ഉള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കും. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ വഹിക്കുന്നവരാണ്, വഹിക്കുകയാണ്, ചുമക്കുകയാണ്, അങ്ങനെ സഞ്ചരിക്കുകയാണ്, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തെ ബ്യൂട്ടി പാർലറിൽ ആ ചങ്ങാതി പെമ്പിളയായിട്ട് പോയി ഈ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, പോകുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയാണ് കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുന്നത്? എന്നിട്ട് ഈ വിരുദ്ധൻ എങ്ങനെയാണ് കൺവെൻഷനിൽ പോയിട്ട് ഈ കത്തുന്ന യാഗപീഠം വെളിപ്പെടുത്തുന്നത്? ഈ ഉപദേശി എന്ന് പറയുന്ന വിദ്വാനെ ഈ പുള്ളിക്കാരിനെ അതിനകത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുവന്നിട്ട് അതിന് ഭയങ്കര പൈസയാണെന്നാണ് പറയുന്നത്. അതിനെല്ലാം വലിയ പൈസ കൊടുക്കണം. 50 രൂപ കൊടുത്ത് ഞങ്ങളെ ഈ മുടിയൊക്കെ വെട്ടാൻ പോകുന്നതിന് 50 രൂപ 25 രൂപ കണ്ടേ ഉള്ളൂ, അല്ലേ? ഏതായാലും ഞങ്ങളൊക്കെ പോകുമ്പോൾ 100 രൂപയൊക്കെ കൊടുത്ത പരിപാടി തരും. ഇത് 100-ലൊന്നും നിൽക്കില്ല, വലിയ ബില്ലാണ് അടിച്ചു കൊടുക്കുന്ന കയ്യിലേക്ക്. കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാണ്. ഈ ലൊട്ടിലൊടുക്ക് കേസല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൊച്ചമ്മ പൈസയും കൊടുക്കുന്നു, പിന്നെ കൺവെൻഷന് പോകുന്നു. ചിലപ്പോൾ ചെറുവക്കൽ കൺവെൻഷൻ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വലിയ വക്കൽ കൺവെൻഷനിലായിരിക്കും പോകുന്നത്. ഏതെങ്കിലും കൺവെൻഷനൊക്കെ പോട്ടെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാണ് കുത്തിക്കിഴിച്ച കേക്ക് സമർപ്പിക്കാൻ പോവുകയാണ് ഭോജനയാഗം എന്ന നിലയിൽ. പിന്നെ ആദ്യഫലം എന്ന നിലയിൽ ഭോജനയാഗം അർപ്പിക്കുകയാണെങ്കിൽ കതിര് തീയിലൂടെ ചുട്ടെടുത്തിട്ട് ഉതിർത്തെടുത്തിട്ട് എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ചേർത്തിട്ട് ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ. എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? ഇതൊക്കെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? പിന്നെ മല്ല് പിടിച്ച് പ്രസംഗിക്കാം. നമുക്ക് പ്രസംഗിച്ച് തന്നെ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം, കമൻസിൽ അത് വരുമായിരിക്കും. അല്ല അങ്ങനെ പോയിട്ട് വന്നിട്ട് പ്രസംഗിച്ചാൽ എന്താ വല്ലോ സംഭവിക്കുമോ എന്നൊക്കെ വേണേൽ ചോദിക്കാം. അതല്ലല്ലോ അതിൻ്റെ മര്യാദ. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ രത്നം ചുരുക്കം. ഒരു ക്രിസ്ത്യാനിയെ ലോകം കാണുന്നില്ല. ലോകം കാണുന്നത് അവനിലൂടെ ക്രിസ്തുവിനെയാണ്. കാരണം അവൻ എണ്ണയിൽ മുങ്ങിക്കിടക്കുകയാണ്, അവൻ ദിവസേന മരിക്കുകയാണ്, അവൻ കത്തി അമരുകയാണ്, അവൻ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തുക എന്ന് വെച്ചാൽ അത് ഒരു ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. കത്തുക എന്ന് പറയുന്നത് എന്താ? ശരിക്കും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയല്ലേ, പ്രകാശം പരത്തുകയല്ലേ. അങ്ങനെ പ്രകാശം പരത്തിയിട്ടുണ്ടെങ്കിൽ ആ കരിന്തിരി മുറിച്ചു മാറ്റി ഒരു ചിരട്ടയ്ക്കകത്തേക്ക് അല്ല ഇടുന്നത്. ചിരട്ട കണ്ടിട്ടില്ലേ? തേങ്ങയൊക്കെ ചിരവെടുത്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന ചിരട്ട, അതിനകത്തേക്ക് അല്ല ഇടുന്നത്. പൊൻപാത്രത്തിലേക്കാണ് ഈ പ്രകാശം പരത്തിയ ഈ തിരിയുടെ അഗ്രം അഥവാ ഈ കരിന്തിരി, ഈ ചാർക്കോൾ പോർഷൻ അതിടുന്നത്. എങ്ങോട്ടാ ഇടുന്നത്? പൊൻപാത്രത്തിലേക്കാണ് ഇട്ടു വെക്കുന്നത്. പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. അതെന്തിനാ? എല്ലാം കണക്ക് പറയുന്ന ദിവസം വരുന്നു കേട്ടോ. പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. പ്രകാശം പരത്തിയവരുടെ ജീവിതം പൊൻപാത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതമൊക്കെ കുഞ്ഞുകളിയല്ല കേട്ടോ, കുഞ്ഞുകളിയല്ല. അതൊക്കെ സ്വർഗം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. പേർ വിളിക്കുന്ന നേരം എല്ലാം പുറത്തു വരും. സമർപ്പിത ജീവിതാനുഭവങ്ങൾ, ഓവനിലൂടെ കടന്നുപോയത്, തീയുടെ അനുഭവങ്ങളിലൂടെ പോയി കരിച്ചെടുത്ത അനുഭവങ്ങൾ, കുത്തിക്കിഴിച്ചെടുത്ത അനുഭവങ്ങൾ, കത്തി അമർന്ന അനുഭവങ്ങൾ, എന്തെല്ലാം കാര്യമാണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ധ്യാനിക്കണം. ഒരു സമ്പൂർണമായ പഠനമല്ല പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചത് നാളുകളും വർഷങ്ങളും ഒക്കെ എടുത്താണ് ഇതിൻ്റെയൊക്കെ പല ഭാഗങ്ങളും ധ്യാനിച്ചത് കഴിഞ്ഞ നാളുകളിൽ. എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വിഷയം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം, ഉറപ്പിക്കാൻ വേണ്ടി മാത്രം, വിശുദ്ധന്മാരുടെ ബോധ്യത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം സഭയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിഴലുകൾ എന്ന നിലയിൽ യേശുക്രിസ്തുവുമായി കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്, സമയം വളരെ വൈകിയിരിക്കുന്നു. സഹോദരങ്ങളെ, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലൊരു സമർപ്പണ ജീവിതത്തിലായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താ കണ്ടത്? എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദകരമായ കാര്യം ചെയ്യുന്നു. ഈ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പണാനുഭവത്തിൽ നമുക്ക് പിരിയാം. നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് സദാ സജ്ജമാണ്. ഈ ഭൂമിയിൽ നമ്മെ പ്രകാശിപ്പിക്കുവാനും കത്തിജ്വലിപ്പിക്കുവാനും അതുപോലെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ ജീവിതം നയിക്കുവാനും ദൈവകുടുംബത്തിലെ ആദ്യജാതൻ എങ്ങനെയായിരുന്നോ
അതുപോലെ അനേകം പുത്രന്മാരെയും ആ ഒരു നിലയിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ, ആ തികവിലേക്ക് കൊണ്ടുവരുവാൻ, ആ പ്രസാദകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സമർപ്പിക്കാൻ ആരുണ്ടെന്നുള്ളതാണ് ഈ സമയത്തെ ചോദ്യം. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പതിവിന് വിരുദ്ധമായ ചോദ്യമാണ്, സമർപ്പിക്കാൻ ആരാരെല്ലാം ഉണ്ട്? സമർപ്പിക്കാൻ ആരാരെല്ലാം ഉണ്ട്? ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. നിങ്ങളുടെ മുമ്പാകെ ബലിപീഠം വെച്ചു, നിങ്ങളുടെ മുമ്പാകെ ഓവൻ വെച്ചു, ഇതെല്ലാം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. എല്ലാം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. കത്തുന്ന വിളക്ക് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. ഇതെല്ലാം നിങ്ങളുടെ മുമ്പാകെ വെച്ചു. അത് ഓരോന്നും നമ്മളുമായിട്ടുള്ള ബന്ധം അവതരിപ്പിച്ചു. എല്ലാം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. തീരുമാനം നിങ്ങളുടെ മുമ്പിലാണ്. ശേഷം മനുഷ്യരെ പോലെ ജീവിക്കണമോ? ശേഷം മനുഷ്യരെ പോലെ ജീവിക്കണമോ? അതേ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കണമോ? അരുതാത്ത ചോദ്യങ്ങൾ ചോദിക്കണമോ? അതെയോ ചോദ്യമൊന്നുമില്ലാതെ അടിയനിതാ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഇനിയുള്ള എൻ്റെ ജീവിതകാലം, ഈ 2024 സെപ്റ്റംബർ മാസം പിറക്കുന്നെങ്കിൽ ആ സമർപ്പണാനുഭവത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ലോകം എന്തും പറയട്ടെ, ലോകം എന്നെക്കുറിച്ച് എന്തും പറയട്ടെ, എൻ്റെ കർത്താവിനെ ഈ ലോകം തള്ളിയതാണ്, ഈ ലോകം പകച്ചതാണ്, അവൻ തള്ളപ്പെട്ട കല്ലാണ്, ത്യജിക്കപ്പെട്ട കല്ലാണ്, പരിഹസിക്കപ്പെട്ട കല്ലാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകം എനിക്കും പൊൻകിരീടങ്ങളൊന്നും തരില്ല. ഈ ലോകം എന്നെയും അങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രസാദകരമായ ഒരു ജീവിതം ഞാൻ നയിക്കും. പരിശുദ്ധാത്മാവിൽ എനിക്കത് സാധിക്കും. പരിശുദ്ധാത്മാവിൽ എനിക്കത് സാധിക്കും. കൃപ എൻ്റെ മേലുണ്ട്. ആ ധൈര്യത്തിലും ബോധ്യത്തിലും നമുക്ക് ഇന്ന് പിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.